ഒരു ചായ കുടിക്കാൻ വിചാരിച്ച് ഇറങ്ങിയതാ. ഒറ്റ ഷോപ്പ് തുറന്നില്ല. അതൊക്കെ നമ്മളെ നാട്ടില് സുബയൊക്കെ സ്കെച്ച് രാവിലെ നമ്മൾ എത്ര നേരത്തെ നീച്ചില്ലല്ലോ, എന്നാലും രാവിലെ ഒരു ചായയും ബീഫോ പൊറാട്ടെ ദോശയൊക്കെ തിന്നുമ്പം അതിൻ്റെ ഒരു രസം വേറെ തന്നെ കേട്ടോ. ഇപ്പോൾ ഇവിടെ തുറന്നു വരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 8:30 ഇവിടെ. ഇപ്പോഴാണ് ഷോപ്പുകളൊക്കെ തുറന്നു വരുന്നത്. ഒന്ന് തണുപ്പുള്ള ഏരിയ ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് അങ്ങനെ ഒരു ചായ കുടിച്ച് ഞങ്ങൾ നേരെ ഇതാ ഗംഗാ നദി ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. റാഫ്റ്റിംഗ് റൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ബോട്ട് റൈഡുകളും ഉണ്ട്. റാഫ്റ്റിംഗ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. കിളിപ്പാറും അതിൽ 8 കിലോമീറ്റർ ഉണ്ട്, 16 കിലോമീറ്റർ ഉണ്ട്, 24 കിലോമീറ്റർ ഉണ്ട്. ഓരോന്നിനും ഓരോ റേറ്റാണ്. ഇതാണ് പുതിയ വരുന്ന പാലം. ഇവിടെ ഫുൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് പാലത്ത് മേലെ. ഞാൻ ഇന്നലെ ഈവനിങ് വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസം 2 മാസത്തിനുള്ളിലൊക്കെ അത് ഓൺ ആവാൻ ചാൻസ് ഉണ്ട്. വർക്ക് ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കേസിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ബൈ ബസ് ഡൽഹിയിൽ നിന്ന് വരാൻ പറ്റും. പിന്നെ സെക്കൻഡ് ബൈ ട്രെയിനാണ്. ട്രെയിന് വരുന്നത് ഹരിദ്വാറിലേക്കും ഡെറാഡൂണിലേക്കും, ഡയറക്റ്റ് ഋഷികേശിലേക്കില്ല. ഡയറക്റ്റ് ഋഷികേശാണെങ്കിൽ ബസ്സാണ് നല്ലത്. ബസ്സാണെങ്കിലും അധികം ഇല്ല, 5 മണിക്കൂർ 6 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റും കേട്ടോ. ട്രെയിനും അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ഋഷികേശിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഒരു സമാധാനമുള്ള ഏരിയ ആണ്, അധികം ക്രൗഡില്ല. ഒരുപാട് ഹോസ്റ്റൽസാണ് ഇവിടെ ഉള്ളത്. പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനൊക്കെ പറ്റിയ ഏരിയ ആണ്. ഡേഞ്ചർ നോ ബാത്ത് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഗംഗ ഇപ്പോൾ ശാന്തമായിട്ട് ശരിക്കും ഒഴുകുന്നത്. ഇപ്പോൾ ഈ ഒഴുകുന്ന ഏരിയ തന്നെ നല്ല ഡീപ്പ് ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഈ മഴക്കാലത്തും അല്ലെങ്കിൽ ഈ ഐസ് ഒരുക്കണ നല്ല പീക്ക് ടൈമിലൊക്കെ നല്ല സ്പീഡിലായിരിക്കും റിവർ പോവുക. അപ്പം ഈ ഒഴുകുന്ന ഏരിയയിൽ നല്ല താഴ്ച ഉണ്ടാവും, നല്ല ഒഴുക്കുണ്ടാവും. ഇനി വെള്ളത്തിൽ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ആരും ഇവിടെ വന്നിട്ട് റിസ്ക് ഒന്നും എടുക്കരുത്. ജസ്റ്റ് കാണുക, എൻജോയ് ചെയ്താൽ. അല്ലെങ്കിൽ ബോട്ടിങ്ങിന് പോവുക, റാഫ്റ്റിങ്ങിന് പോവുക. റാഫ്റ്റിങ് ടോപ്പിലോട്ടൊക്കെ നല്ല പീക്ക് ലെവൽ ഒഴുക്കായിരിക്കും കേട്ടോ. അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരുപാട് കല്ലുകളുള്ളതുകൊണ്ട് ആ കല്ലുകളിലൊക്കെ തട്ടിയിട്ടൊക്കെയാണ് വെള്ളം പോവുക. അപ്പം ഭയങ്കര ഫ്ലോ ആയിരിക്കും വെള്ളത്തിന്. അപ്പം അത് എന്തായാലും ഇവിടെ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പക്ഷേ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈമിൽ എന്തായാലും വരുന്ന ടൈമിൽ ഒന്നും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള പ്ലാൻ ഉണ്ട്. എന്ന് വെച്ചാൽ അത് ക്യാമ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ശരിക്കും 1-2 ദിവസത്തെ റാഫ്റ്റിംഗ് അഡ്വഞ്ചർ പ്രോഗ്രാമൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും, ഈ അഡ്വഞ്ചർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട്. പിന്നെ ബംഗി ജമ്പ് ഉണ്ട് ഇവിടെ. ബംഗി ജമ്പ് എനിക്കൊണ്ട് ഋഷികേശ് ടോപ്പിലാണ് ബംഗി ജമ്പ് ഉള്ളത്. ഇവരുടെ തന്നെ ബംഗി ജമ്പുണ്ട് ഗോവയിലും. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പേര് എന്തായാലും ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. നാട്ടിൽ നിന്നുള്ള 2 ദിവസത്തെ ജേണി, ഒരു ദിവസം ഡൽഹി, ഒരു ദിവസം ഡെറാഡൂണൊക്കെ ആയിട്ട് ഞങ്ങൾ ഡേയ്സ് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടായിരുന്നു. ഇന്നാണ് ശരിക്കും ഉത്തരാഖണ്ഡിൽ നിന്ന്, അതായത് ഋഷികേശിൽ നിന്ന് ലോഹജുംഗ് എന്നുള്ള സ്ഥലത്തേക്ക് 250 കിലോമീറ്റർ ഉണ്ട്. അവിടേക്കാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോകുന്നത്. അതാണ് ബ്രഹ്മത്താലിൻ്റെ ബേസ് വില്ലേജ്. അവിടെ നിന്നാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രെക്കിംഗ് ഏകദേശം 2 നൈറ്റ് 3 ഡേ ആണ് ട്രെക്കിംഗ് വരുന്നത്. 2 ഡേയ്സ് അപ്പ് ആൻഡ് ഡൗൺ ട്രാവലിംഗ്, ടോട്ടൽ 5 ഡേയ്സ് ആണ്. നമ്മൾ തപോവനിൽ റൂം എടുക്കാൻ കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റെപ്പുകൾ കയറ്റങ്ങളൊക്കെ കയറിയിട്ട് വേണം മുകളിലേക്ക് എത്താൻ. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് നടന്നിനെ, ബോഡി ഹീറ്റായി കയറി ജാക്കറ്റ് ഊരി വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ടോപ്പിലോട്ട്. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്, കറക്റ്റ് 1 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഈ ഓട്ടോ ഒക്കെ വരുന്നൊരു ഏരിയ ഉണ്ട്, അവിടെ വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററാണ്. അതിൻ്റെ മുകളിലോട്ടാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 300 മീറ്റർ കൂടി നടക്കാണ്ട്. അപ്പം പിന്നെ ഓരോരുത്തരെ ചൂസാട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല വ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റൂം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയ ഡെസ്റ്റിനേഷൻ നോക്കി എടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഈസി ആക്സസ് ആണെങ്കിൽ ഏറ്റവും നല്ലത് തപോവൻ ടോപ്പിലാണ് റൂം എടുക്കാൻ, ഋഷികേശിക്ക് നല്ലത്. അങ്ങനെ നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു ലോഹജുംഗിലോട്ടുള്ള. ഏകദേശം 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ട്, കുറച്ച് ഡിലേ ആണെന്ന്. 250 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്. ഏകദേശം നമ്മുടെ ബാച്ച് 16 പേര് ബാച്ചിലുണ്ട്.
മലയാളീസ് ഉണ്ട്, പുറത്തുനിന്നുള്ളവരുണ്ട്. ഇനിയിപ്പം അത്യാവശ്യം നോർമൽ ടൈമിങ്ങിൽ കൂടുതൽ എടുക്കും. എന്താ വെച്ചാൽ എല്ലാം ഹിൽ ഏരിയ ആയതുകൊണ്ട് എന്തായാലും ഈവനിങ്ങോ അല്ലെങ്കിൽ നൈറ്റൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മൾ അവിടെ എത്താം. ഞങ്ങൾ ഏകദേശം 3 മണിയായിട്ട് ഫുഡ് കഴിക്കാൻ. രാവിലത്തെ പിക്കപ്പ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഒപ്പമുള്ള ആളുകൾ കുറച്ച് പേര് അവരെ ട്രാൻസ്പോർട്ടേഷൻ ഡിലേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ലൊക്കേഷൻ ശ്രീനഗർ എന്ന ലൊക്കേഷൻ ഉണ്ട്, ഉത്തരാഖണ്ഡ് ഈ റൂട്ടിൽ തന്നെ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഫുഡിന് റേറ്റ് കമ്പാരിറ്റീവ്ലി ഡെറാഡൂണിലെ ഹിൽസ്റ്റേഷനേക്കാളും കൂടുതലുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആൾട്ടിറ്റ്യൂഡിൽ വരുമ്പോൾ എന്തായാലും റേറ്റ് കൂടും. ഇവിടുത്തെ റേറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ബട്ടർ ടോസ്റ്റിനൊക്കെ 90 രൂപ വരുന്നത്. ഇപ്പോൾ മെയിൻ കോഴ്സുകൾ വരുന്നത് പറഞ്ഞുതരാം. മെയിൻ കോഴ്സ് ഇപ്പോൾ ലഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദാൽ ഫ്രൈക്ക് 210 വരുന്നുണ്ട്. ദാൽ തിക്ക ഫുൾ പ്രൈസ് ചാർട്ടതാണ്. ഇതിലിപ്പോൾ പ്ലെയിൻ റൈസിന് തന്നെ 120 രൂപ വരും. പ്ലെയിൻ റൈസ്, ജീര റൈസ്. ഇപ്പോൾ തന്തൂരി റൊട്ടിക്ക് നോർമൽ റേറ്റ് തന്നെ. ബട്ടർ റൊട്ടി 25, പ്ലെയിൻ നാനൊക്കെ 35. അതൊക്കെ ഏകദേശം നോറാന്ന് തോന്നുന്നു. പിന്നെ റൊട്ടി ഐറ്റംസിനൊക്കെ നോർമലാണ്. വെജ് താള് 120 രൂപ, അതും ഒരു നോർമൽ റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം ഐറ്റം ഉണ്ട്. ദാൽ മഖാനി, മിക്സ് വെജ്, ജീര റൈസ്, 2 റൊട്ടി, ഒരു പ്ലെയിൻ നാന്, പപ്പട് റൈത്തൊക്കെ ആയിട്ട് അത്യാവശ്യം കൊണ്ടിട്ട്. അത് ഇപ്പോൾ അധികം ഫുഡ് കഴിക്കാൻ താല്പര്യം ഇല്ലാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിൽ 2 പേർക്കൊക്കെ അത് ഓക്കെയാണ്. അല്ലെങ്കിൽ 2 എണ്ണമൊക്കെ ഓർഡർ ചെയ്യേണ്ടി വരും. രാത്രി 9-9:30 ആണ് പ്രതീക്ഷിക്കുന്ന എക്സ്പെക്റ്റിംഗ് ടൈം. മിക്കവാറും ലേറ്റ് ആവും. ഇപ്പോൾ ഈ ടൈം പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വർക്ക് കാര്യങ്ങളൊക്കെ റെഡി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പിറ്റേന്ന് എണീറ്റ് നമ്മൾ ട്രക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബോഡി ടയേർഡാവും. ഏറ്റവും നല്ലത് ഒരു 7-8 മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്ന രീതിയിൽ ടൈമിങ് പ്ലാൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഇവിടെയൊക്കെ 250-300 കിലോമീറ്റർ ഒക്കെ ഉണ്ട് ഓരോ ട്രക്കിംഗ് ഡെസ്റ്റിനേഷൻസിലേക്കൊക്കെ. അതായത് ഇപ്പോൾ കേദർഗന്ധ, ബ്രഹ്മതാൽ, അതുപോലെയുള്ള അർക്കിദുൻ ഇങ്ങനത്തെ ട്രക്കിംഗ് ഏരിയയിലേക്കൊക്കെ ഏകദേശം 7 കിലോമീറ്റർ ഉണ്ട്. ഒരു 7 to 8, 9 മണിക്കൂർ ഒക്കെ റണ്ണിങ് ഉണ്ട് ഇവിടേക്ക്. അപ്പം ഏറ്റവും നല്ലത് രാവിലെ ഒരു 6 മണി 8 മണിൻ്റെ ഉള്ളിൽ ഈ ഡെറാഡൂന്നാണെങ്കിലും ഋഷികേശിനാണെങ്കിലും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ടൈമിന് എത്താൻ പറ്റും. എത്തിയിട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ക്വാണ്ടിറ്റി റൈസ് ഒരു മീഡിയം ക്വാണ്ടിറ്റി ഉണ്ട്. കറികളാണെങ്കിലും റൈസ് ആണെങ്കിലും കുറച്ച് ഒനിയനും തക്കാളിയും ഒക്കെ സലാഡൊക്കെ ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റി ഉണ്ട്. എങ്ങനെയുണ്ട് ഫുഡൊക്കെ ഉണ്ട്? ടോപ്പിലോട്ടോ വെച്ച് കെട്ടിയത്. പക്ഷെ ഇതിന് കവറൊന്നുമില്ല. ഒരു കവറും കൂടി ഉണ്ടെങ്കിൽ ടോപ്പിൽ പൊടിയുന്ന രക്ഷപ്പെടേന്. എൻ്റെ ബാഗിനൊക്കെ കവറുണ്ട്. പക്ഷെ ഇവർ വെച്ചത് നേരെ ആ സാധനം ഫ്ലാറ്റ് ബോഡി പോലെ വെച്ചത്. അപ്പോൾ എന്തായാലും പൊടി വേറും. നാട്ടിൽ പോയിട്ട് വാഷ് ചെയ്യേണ്ടി വരും. ഇനി ഏകദേശം 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റൂമിൽ എത്തിയിട്ടോ. ഷെയറിങ് റൂം ബേസ് ആണ്. കപ്പിൾസിന് വേണമെങ്കിൽ അവർ വേറെ സെറ്റ് ചെയ്ത് തരും. കുഴപ്പമില്ല. ഇനി ഫുഡ് കഴിക്കണം. ഫുഡിങ് തുടങ്ങി. ഫുഡിങ് കിട്ടി നേരത്തെ കിട്ടി. അങ്ങനെ ഫുഡിങ് തുടങ്ങിട്ടോ. നല്ല ചൂട് ചോറും ചപ്പാത്തിയും അച്ചാറും ഒക്കെ ആയിട്ട്. അച്ചാറ് കൊള്ളാം. അച്ചാറും ചപ്പാത്തിയും മെയിന്. നാട്ടിലാണെങ്കിൽ കറി കിട്ടണം. കോഴിക്കറി, ബീഫ് കറിയൊക്കെ കിട്ടണം. ഇവിടെ മല കയറിയ അച്ചാറും ചപ്പാത്തി. മോർണിംഗിലെ റൂമിലെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. റൂം 0 സ്റ്റാർ ആണെങ്കിലും ഇവിടുത്തെ വ്യൂ 5 സ്റ്റാറാണ്. സൺറൈസ് ഏകദേശം ടൈം ആവാനായി. ഏകദേശം ഇവിടെ 6:45 ഇതുവരെ സൺറൈസ് വന്നിട്ടില്ല. ഇവിടെ കുറച്ച് വീടുകൾ, ഷോപ്പുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോം സ്റ്റേസ് ഉണ്ട്. അങ്ങ് ദൂരെ മഞ്ഞുമല. ഉള്ളിലെ റൂം ചെറുതാണെങ്കിലും പുറത്തെ കാഴ്ചകൾ വലുതാന്ന് പറയാം. കട്ടൻ ചായ ഇല്ലെങ്കിൽ കട്ടൻ ചായ കഴിഞ്ഞ പഠിച്ചാലും
കട്ടൻ ചായ ഇല്ലെങ്കിൽ ഒരു സുഖമില്ല. രാവിലെ ഒരു കട്ടൻ ചായ കിട്ടില്ല എന്താ ഒരു സുഖം ഉണ്ടാവില്ല. ഇന്നത്തെ ദിവസം കട്ടൻ ചായ കുടിച്ച് തുടങ്ങാം. ഇന്നാണ് ട്രെക്കിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ കേട്ടോ. അടിപൊളി ചായ. സൂര്യന് പൊന്തി വന്നേ. ഇവിടെ സ്നോഫാൾ 2-3 ഡേയ്സ് മുന്നേ ഇവിടെ ഈ വില്ലേജിലുണ്ടായിരുന്നു. ഇന്ന് ഒരു ക്ലിയർ വെതറാണ്, പക്ഷേ മുകളിലൊക്കെ അതാ ക്ലൗഡിയാണ്. നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പം ഇന്നാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോട്ടൽ ഡേയ്സ് വരുന്നത് 5 ഡേയ്സും 4 നൈറ്റുമാണ്. അതിൽ തന്നെ 2 നൈറ്റ്സ് ഇതാ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഹോം സ്റ്റേയിലാണ് സ്റ്റേ വരിക. ബാക്കി 2 നൈറ്റ്സ് വരുന്നത് നമ്മുടെ ടെൻറ്റിലാണ്. റൂമിൽ പിന്നെയും വിഷയമില്ല, തണുപ്പ് ഓക്കെയാണ്, അഡ്ജസ്റ്റബിളാണ്. ടെൻറ്റിലെ തണുപ്പ് ഇനി എങ്ങനെ ഉണ്ട് എന്നറിയില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു 1 ഡിഗ്രി 2 ഡിഗ്രിയൊക്കെയാണ് ടെമ്പറേച്ചർ വരുന്നത്. ബട്ട് ഓക്കെയാണ്. അപ്പം ഇന്നത്തെ ട്രെക്കിംഗ് വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വ്ളോഗിലുണ്ടാവുക. എങ്ങനെ നടക്കുന്നു, എങ്ങനെ തണുക്കുന്നു, ടെൻറ്റിലെ ലൈഫ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വ്ളോഗിൽ വരും. അപ്പം സ്റ്റേ ട്യൂൺഡ്. എന്തൊക്കെയാണെങ്കിലും ഫുഡ് വന്നാൽ അറ്റാക്കാം. ഫുഡ് വന്നാൽ നമ്മൾ അറ്റാക്കണം. ഏത് എന്താ കഴിക്കാൻ? എന്താ ആലു പൊറോട്ട ഉണ്ട്, തൈരുണ്ട്, അച്ചാറുണ്ട്. ആലു പൊറോട്ട ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ കിടിലം വ്യൂ ഉണ്ട്. അപ്പോൾ അതുപോലെ ട്രക്കിന് വേണ്ടി എല്ലാവരും ഇങ്ങനെ സെറ്റായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏത് ട്രക്ക് പോകുമ്പോൾ 1-2 ആൾക്കാരുണ്ടാവും ലേറ്റായിട്ട് വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഫസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം ട്രക്കിങ്ങിന് പോകുന്ന ടൈം പറഞ്ഞാൽ പ്രോപ്പർ ടൈമിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് മുന്നേ ഒരു ബ്രീഫിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലാണുള്ളത്. ടീം ലീഡർ പിന്നെ ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ മുകളിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കാണ്. അപ്പം പുള്ളി ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ട്രക്ക് ചെയ്യുമ്പം വെള്ളം നല്ലോണം കുടിക്കണം, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പ്രോപ്പറായിട്ട് ഗിയർ കാര്യങ്ങൾ ഇടുക, തെർമൽസ് ഇടുക, ജാക്കറ്റ്സ് ഇടുക, സൺഗ്ലാസ് യൂസ് ചെയ്യുക. മസ്റ്റാണ്, സൺഗ്ലാസൊക്കെ മസ്റ്റാണ്. എന്താ ഒന്ന് വെയിലടിക്കുമ്പം സ്നോ ആണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ വരുമ്പം നല്ല രീതിയിൽ കണ്ണിൽ അടിക്കും, അപ്പോൾ കണ്ണ് ചോക്കും. അപ്പം കറക്റ്റ് സൺഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത പാർട്സ് ആദ്യം ചെറിയ ഇങ്ങനത്തെ റൂട്ടാട്ടോ. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇനിയാണ് മുകളിലോട്ട്. ഏകദേശം 2600 മീറ്ററിൽ നിന്നാണ് നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഏകദേശം 3734 കിലോമീറ്ററാണ് മുകളിലോട്ട് കയറാനുള്ളത്. അപ്പോൾ ട്രക്ക് ഏറ്റവും നല്ല സ്റ്റാർട്ടിങ്ങിൽ സ്ലോലി സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ പതിയെ നമ്മൾ സ്പീഡ് കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ അതിൽ തന്നെ എനർജി എടുത്തിട്ട് നമ്മൾ ബോഡി ടയർഡാക്കരുത്. ബോഡി ഒന്ന് നടന്ന് വാമപ്പായി പതിയെ സ്പീഡ് കൂട്ടിയാൽ മതി. അതും ആൾട്ടിറ്റ്യൂഡിൽ ഏറ്റവും നല്ല സ്ലോ ഹൈക്കാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ട് നടക്കാൻ പറ്റും. ട്രക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ട്രക്ക് ചെയ്യുന്ന ടൈമിൽ എന്തായാലും നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യം സൺഗ്ലാസ്, അത് മസ്റ്റാണ്. പിന്നെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ബോഡി ഡ്രൈ ആവും. ബോഡി ഡ്രൈ ആയി കഴിഞ്ഞാൽ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കീപ്പ് ചെയ്യുക. പിന്നെ ജാക്കറ്റ്സ്, തെർമൽസ് ഒക്കെ എടുക്കുക. പ്രോപ്പർ ഗിയറോട് കൂടി ട്രക്കിന് വരിക. ഷൂ ആണെങ്കിലും പ്രോപ്പർ ഗിയറോട് കൂടി വരിക. എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ ഇതൊക്കെ ഇവിടെ റെൻറ്റിനും കിട്ടും കേട്ടോ. അപ്പോൾ റെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ട്രക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. നടന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞിട്ടോ. ഓക്കെയാണ്, ഇതുവരെ ഓക്കെയാണ്. ഇന്ന് ടോട്ടൽ 6.5 കിലോമീറ്ററാണ് നടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ വൈക്കാട്ടി അതാ മുമ്പിലൊരു നായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ 2 പേരല്ല കേട്ടോ, വേറെ മുമ്പിലൊരാളുണ്ട്, വിഷ്വൽസിൽ കാണാറില്ല. പിന്നെ 2 ഡേയ്സ് മുന്നേ അവിടെ മഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടോ.
ഇവിടെയൊക്കെ അധികം വെയിൽ തട്ടാത്ത ഏരിയയിലൊക്കെ മഞ്ഞുണ്ട്. മുകളിൽ എന്തായാലും മഞ്ഞ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ വാരാണോ മഞ്ഞ്? ഏയ് ആഹാ ആ മഞ്ഞ് കണ്ടതിൻ്റെ ഒരു അത്ഭുതം. മുകളിലെത്തുമ്പോണ്ടോ മഞ്ഞൊന്നും മാറിണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആ റെഡി. ആ അല്ല ഇനി ടൈമുണ്ട്. ത്രോ മാറിപ്പോയി. ചെറുതിട്ടായി. റെഡി. മോളെത്തുമ്പേ ഈ മഞ്ഞൊന്നും വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നും. ഇങ്ങനത്തെ ചെറിയ ടാങ്കുകളുണ്ടോ, താഴോട്ടൊക്കെ വെള്ളം പോകുന്നതായിരിക്കും. അതിന് വെള്ളം നമുക്ക് എടുക്കാൻ പറ്റും. ശുദ്ധ പാനിയാണോ നോക്കട്ടെ കേട്ടോ. കുറച്ച് കരണ്ട് ഉണ്ട്. അത് മലൻ്റെ മുകളിൽ നിന്നാകുമ്പോൾ കുറച്ച് കരണ്ട് വേണം അല്ലേ? മലൻ്റെ മുകളിൽ നിന്ന് വരുമ്പേ കുറച്ച് കരണ്ട് വേണം. ഇതാണ് മിനറൽസ്. എന്താ ചത്തോ? പിന്നെ ആള് വിൻ്റർ ട്രക്കിങ് പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന കേട്ടോ. ഞാൻ പറഞ്ഞ പ്രാവശ്യം ആൻഡമാൻ പോകാമെന്ന് പറഞ്ഞിനി. അതൊന്നും പറ്റില്ല, വിൻ്റർ ട്രക്ക് തന്നെ പോകണം. എന്താ ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. അതായത് വിഷയമുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ട്രക്ക് ചെയ്ത് തുടങ്ങല്. പക്ഷേ ട്രക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഒരു സ്പോർട്സ് ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആള് അധികം വർക്കൗട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഓരോ വർക്കും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റ് ഇപ്പം കറക്റ്റ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനത്തെ മലകളൊക്കെ കയറാൻ പോവുക, സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുക. അപ്പോഴൊക്കെ കുറേയൊക്കെ ബ്രീത്തിങ് എക്സസൈസും ഒക്കെ കൂടിയും വരും. കാഫ് മസിൽസ് സെറ്റാവും, ബോഡിയൊക്കെ ഒന്ന് ട്രക്കിങ്ങിന് വേണ്ടി സെറ്റാവും. ഇതേപോലെ ധാബകളുണ്ട് കേട്ടോ. ഏകദേശം 120 റുപ്യാണ് മാഗിയൊക്കെ റേറ്റ് വരുന്നത്. അപ്പം വിശപ്പൊക്കെ മാറ്റണമെങ്കിൽ ഇങ്ങനത്തെ ധാബകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഈ നായി അടിപൊളി. നമ്മളിപ്പോൾ കുറേ നേരമായിട്ട് ഈ നായി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ലഗേജസും ഗ്യാസും എല്ലാ സാധനവും കൊണ്ടുപോകുന്നത് കൈതകളെ പുറത്താട്ടോ. ഇതൊക്കെ സാധനം കൊണ്ടുപോയി റിട്ടേൺ വരികയാണ് എല്ലായിടത്തും. ഇവിടെ ആണെങ്കിലും ഈ മൗണ്ടൻസിലൊക്കെ കൂടുതലും കൈതകളെ വെച്ചിട്ടാണ് അവർ ലഗേജ് മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റ് മീൻസ് ഫുഡിനൊക്കെ റേറ്റ് മാറും. അങ്ങനെ ട്രക്ക് ചെയ്ത് സ്നോ ഉള്ള ട്രാക്കിലെത്തിയിട്ടോ. വൈറ്റ് പരവതാനി. ഇതെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് ഐസ് ഉരുകാത്തതിൻ്റെ കാര്യം, പോകാത്തതിൻ്റെ കാര്യം ഇത് 2 മല നിരകൾക്ക് ഇടയിലുള്ള സ്ഥലം കേട്ടോ. അപ്പം പ്രോപ്പറായിട്ട് സൂര്യപ്രകാശം എത്തൂല. അപ്പം പെയ്ത സ്നോ അവിടെ തന്നെ ഉണ്ടാവും. എന്തായാലും രസം. ഈ ഒരു മല കയറി അപ്പുറത്ത് എത്തി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പ് സൈറ്റ് ആയിട്ടോ. ശരിക്കും രാവിലെ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ ഒരു 9:30 ആകുമ്പോൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു ഉച്ചയാകുമ്പോൾ ലഞ്ചിൻ്റെ ടൈമിൽ ക്യാമ്പ് സൈറ്റിലെത്താം. ഇപ്പോൾ ഏകദേശം 2:41 ഇപ്പോഴാണ് ഒരു വിൻ്റർ ട്രക്കിൻ്റെ ഒരു മൂഡ് കിട്ടിയ. സ്നോ കണ്ടു സെറ്റ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ക്യാമ്പ് സൈറ്റിലോട്ട് എത്തിട്ടോ. ഇതാണ് ക്യാമ്പ് സൈറ്റ്. ടെൻറ്റ് താക്കാണ്. ഒരു ഭാഗത്ത് ഫുള്ള് സ്നോ സെറ്റ് ക്യാമ്പ് സൈറ്റ്. ഇതിട്ട് സെറ്റപ്പ് ചെയ്യാൻ മനസ്സിലാകാൻ വെച്ചാൽ രാത്രി നല്ല സ്നോഫാളാണെങ്കിൽ പണി കിട്ടും. പക്ഷേ കുഴപ്പമില്ല. പക്ഷെ ഇത് കുറച്ചും കൂടി വ്യൂ പോയിന്റിലാണെങ്കിൽ അടിപൊളി ഇനിയെന്ന് കരുതുന്നു. പക്ഷേ എന്നാലും സെറ്റാണ്. കൊള്ളാം. ഇനി ടെൻറ്റ് എവിടെയൊക്കെയാണെന്നുള്ളതൊന്നും കൂടി നോക്കിയാൽ മതി നമ്മളെ. അപ്പം 6.5 കിലോമീറ്റർ ഫിനിഷ് ചെയ്ത് ഞങ്ങൾ ക്യാമ്പ് സൈറ്റിലെത്തി. ഇനി ലഞ്ചാണ്. ടൈം ഏകദേശം 3 മണി കറക്റ്റ്.
അപ്പം ഇനി ഫുഡ് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് सभी क्लैपिंग करो फुल एनर्जी के साथ। अभी हम करने वाले हैं स्ट्रेचिंग। ओके, पूरा हेड से लेकर വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രെച്ചൊക്കെ ബോഡി സ്ട്രെച്ചൊക്കെ ചെയ്തൊന്ന് റിലാക്സ് ചെയ്ത് हम हेड से, ठीक है। कलो घंटी कलो घुमाते रहना सब ऐसे करके ब्रीथिंग നല്ല പ്രോപ്പർ ആയിട്ട് ചെയ്താൽ അത്ര നല്ലത് ശരീര पे आवाज आनी चाहिए। ബോഡി സ്ട്രെച്ചൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാൻ പോകട്ടോ. അപ്പോൾ ഏത് ട്രക്കിങ്ങിന് പോവുകയാണെങ്കിലും നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്യാമ്പ് സൈറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ആക്കണം. നല്ലതാണ്. അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഏറ്റവും സുഖമുള്ള പരിപാടി എന്താ വെച്ചാൽ ട്രക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരുത്തിയിരിക്കണം. ഇതാട്ടോ ഇവിടുത്തെ കിച്ചൺ ടെൻറ്റ് വരുന്നത്. ഇവിടെ നിന്നാണ് ഫുഡൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. മൗണ്ടൈൻ ലൈഫിൽ ഇങ്ങനത്തെ കിച്ചൺസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും അവർ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതാണ് ക്യാമ്പ് സൈറ്റ് വരുന്നത്. ആ സൈഡ് മൊത്തം സ്നോ ആണ്. എന്താ വെച്ചാൽ അവിടെ അധികം വെയിൽ തട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നു സ്നോ അവിടെ നിൽക്കുന്നത്. ഈ സൈഡ് മൊത്തം സ്നോ ഒക്കെ വെയിൽ കൊണ്ട് പോയിട്ടുണ്ട്. ഫുഡായിട്ടോ. ഓ ഇനി ഫുഡ് എടാ ഫുഡ് എന്തൊക്കെയുള്ളേ? ചോറുണ്ട്, കറിയുണ്ട്, പപ്പടമുണ്ട്, അച്ചാറ്. ആഹാ സൈക്കിൾ ഓടിക്കുന്നതിൽ കുറെ ഞാൻ സൈക്കിൾ ചെയ്ത് ഞാൻ എല്ലാത്തിലും പോകണ്ട്. സൈക്കിള് ബൈക്ക് മൗണ്ട് ഷമ്മാസ് ബാനല്ലേ നമ്മളിതാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ക്യാമ്പിലെത്തിയപ്പോ പുള്ളി നിയാസബു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പൊ ഉണ്ട് ആരപ്പത്. അപ്പൊ ഷമ്മാസ് ബായ് കണ്ട് വളരെ സന്തോഷം. നമ്മളില്ല യാത്ര ടൈമിലേ നമ്മള് കഥ പറഞ്ഞു കൊടുക്കണം. നമ്മള് ഒരു 5 വർഷം മുമ്പായിരിക്കും കണ്ടിട്ടുണ്ടാവും. അത് ഇതേപോലെ വർക്കലേന്ന് കണ്ടു. ബട്ട് ഇൻസ്റ്റയിൽ കണക്റ്റഡ് ആയിരുന്നു. പരിചയം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോഴാണ് പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ക്ലിക്ക് ആയത്. എന്താ വെച്ചാലേ ഈ ട്രാവൽ ചെയ്യുന്നതിനുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മൾ എവിടെന്നെങ്കിലും ആളുകളെ കണക്റ്റ് ആവും. പക്ഷെ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാണാം. പക്ഷെ ആ കണക്ഷൻ പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ആളെ മുഖം എന്തെങ്കിലും പേരെന്തെങ്കിലും ഓർമ്മ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് പുള്ളി എന്നെ വിളിച്ചത്. അപ്പൊ ഇവിടുന്ന് പുതിയൊരു വീണ്ടും പഴയ ബന്ധം ഒന്നും പുതുക്കാനുള്ള ഒരു അവസരം കിട്ടി ഞങ്ങൾക്ക്. ഇതൊരു കാണാം ഇവിടെ ഉണ്ടാവല്ലോ. ഇതേ കണ്ട സന്തോഷം. ക്യാമ്പ് സൈറ്റിൽ നിന്ന് നമ്മൾ ഈവനിങ്ങിൽ ഒരു ചെറിയൊരു ഹൈക്കിങ് പോട്ടോ. ഒരു 200-250 മീറ്റർ ബേക്കൽത്താൽ ലേക്ക്. ഒപ്പമുള്ളവരൊക്കെ പോയി. ഞങ്ങളാണ് ലാസ്റ്റ് പോകുന്നത്. ബാഗൊന്നുമില്ല. ഏറ്റവും സുഖം എന്താണെന്ന് വെച്ചാൽ ലഗേജൊന്നും ഇല്ലാതെ മാക്സിമം വെയിറ്റ് കുറച്ചിട്ട് ട്രെക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏതാണ് ഏറ്റവും സുഖം. ഈസിയായിട്ട് നമുക്ക് പോവാം. ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സ്നോ കവേർഡായിട്ടുള്ള ക്യാമ്പ് സൈറ്റ് കേട്ടോ. ലാസ്റ്റ് ഞാൻ കേദാർനാഥൊക്കെ പോയ ടൈമിൽ ഫസ്റ്റ് ക്യാമ്പിങ് ചെയ്തിടത്തൊന്നും ഇതുപോലെ സ്നോ ഇല്ലായിരുന്നു. സെക്കൻഡ് ക്യാമ്പ് സൈറ്റിൽ ഉണ്ടായിരുന്നത് സെറ്റായിരുന്നു. ഇത് വർത്ത് ഇറ്റ്. ഇവിടെ ആണെങ്കിൽ അധികം ആളുകളുമില്ല, തിരക്കുമില്ല, സെറ്റാ. കേദാർനാഥിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ക്രൗഡാണ് അവിടെ. ഇവിടെ ആളുകൾ കുറവാണ്. ടെൻ്റൊക്കെ വളരെ കുറവാണ്. അത്യാവശ്യം സ്ലോപ്പാണ്. മഞ്ഞായതുകൊണ്ട് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. നമ്മളിതാ ലേക്കിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇതാണ് ലേക്ക്. ഒരു ഏരിയ ഫ്രോസൺ ആയിട്ട് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ഏരിയയിൽ സൂര്യൻ എത്തുന്നുണ്ട്. ഈ ഏരിയയിൽ അങ്ങനെ പ്രോപ്പറായിട്ട് സൂര്യൻ എത്താത്തതുകൊണ്ടായിരിക്കും ഫ്രോസനായി കിടക്കുന്നത്. എന്തായാലും ബ്യൂട്ടി. അപ്പുറം ഉണ്ടോ വെയിലടിച്ചിട്ട് ആ ഒരു ചുവപ്പ് കളറ്, പച്ച അലമല് ലൈറ്റ് അടിച്ചിട്ടുള്ള വേറെ കളറും, ഇവിടെ വൈറ്റും കളർ ഗ്രേഡ് ഭയങ്കര രസമുണ്ട് കാണാൻ. ലൈഫിൽ ഒരു വട്ടെങ്കിലും ഒരു വിൻ്റർ ട്രക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതൊന്ന് സ്റ്റഡി ചെയ്യാണ്ട്. ഒന്ന് സർവൈവലാണ് മെയിൻ. ഏത് സാഹചര്യത്തിൽ നമ്മൾ കൊണ്ടുപോയിട്ടാലും നമ്മളവിടെ ജീവിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പം ഇവിടെ ടെൻ്റാണ് വരുന്നത്. നല്ല തണുപ്പുണ്ട്. പിന്നെ വാഷ്റൂമൊക്കെ എന്താ പറയുക കുഴി കുത്തിയിട്ട് അതിലാണ് വാഷ്റൂമൊക്കെ വരുന്നത്. പിന്നെ ഫുഡാണെങ്കിൽ ലിമിറ്റഡ് ഫുഡാണ്. ഒരു ചോറ്, ഒരു കറി, അച്ചാർ, അത്രേ ഉള്ളൂ. നാട്ടിലാകുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ, മന്തി വേണോ, അൽഫാം വേണോ, ഈവനിങ് പഴംപൊരിയും ചായയും വേണം. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ വൈകുന്നേരം ഒരു കട്ടൻ ചായ കിട്ടിയ ഹയർ. പിന്നെ 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 രാത്രി ഒരു ചോറ്, ഒരു പരിപ്പ് കറി, പപ്പടമോ
അച്ചാറ് കുത്തി തിന്ന അച്ചാറിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ ലൈഫ്. പിന്നെ എന്താ വെച്ചാൽ പിന്നെ അഡ്വഞ്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എൻ്റെ അഭിപ്രായം ഒരു 20-30 ഉള്ളിൽ മാക്സിമം നിങ്ങൾ അഡ്വഞ്ചർ ട്രിപ്പുകൾ അല്ലെങ്കിൽ 35 വരെയൊക്കെ മാക്സിമം അഡ്വഞ്ചർ ചെയ്യുക. പിന്നെയും ചെയ്യാൻ പറ്റില്ല എന്നല്ല. ഏറ്റവും ബെറ്റർ ടൈം 20-30 ഏജിലാണ് ഏറ്റവും ബെറ്റർ ടൈം അഡ്വഞ്ചർ. അപ്പോൾ ആകുമ്പോൾ നമുക്ക് ബോഡിക്കാണെങ്കിൽ കുറച്ച് സ്ട്രെങ്ത് ഉണ്ടാവും, ഹെൽത്തും ഓക്കെ ആയിരിക്കും. പിന്നെയും ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു മൈൻഡ് സെറ്റും ഡെഡിക്കേഷനൊക്കെയാണ്. 35 ചെയ്യുന്നുണ്ടാവും, 40 ചെയ്യുന്നുണ്ടാവും, 50 ചെയ്യുന്നവരുണ്ടാവും, ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾക്ക് ഏറ്റവും ബെറ്റർ ടൈം ഒരു 20-30 ആണ്. പറ്റുന്നവരൊക്കെ ഒരു വിൻഡോ ട്രക്ക് അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഒരു സൈഡിൽ വന്നപ്പോഴുള്ള വ്യൂ ആട്ടത് ഭയങ്കര അടിപൊളിയല്ലേ. ഇതിൽ ലേക്കിൻ്റെ തല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ മുകളിൽ മഞ്ഞിൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ തട്ടിയിട്ട് ഒരേപോലെ കാണാൻ വരുന്നത്. വാവ്, എന്താ പറയുക. ബാക്കിലെ വ്യൂ കണ്ടോ? ഇവിടെയൊക്കെ വന്നില്ലേ ചുമ്മാ ഇങ്ങനെ ഈ വ്യൂ നോക്കി ഇങ്ങനെ ഇരിക്കാൻ ഇങ്ങനെ തോന്നും. ഒന്നും സംസാരിക്കൊന്നും വേണ്ട, ചുമ്മാ റിലാക്സ് ചെയ്ത് വ്യൂ ഒക്കെ നോക്കി വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വെള്ളത്തിലടിച്ച്. പക്ഷേ അങ്ങനെ അടിക്കുമ്പോൾ മേത്ത് വെള്ളമാണ് നോക്കണം. നല്ല തണുപ്പുണ്ട്, ഫ്രോസൺ ആണ്. പക്ഷേ ഫുൾ ഫ്രോസൺ അല്ല, ഒരു സൈഡ് മാത്രമേ ഫ്രോസൺ ഉള്ളൂ. ഈസ് സോ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അപ്പം ഇനിയും ഇത് ട്രക്കിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ലേക്ക് ഉണ്ട്. ഇനിയൊരു ബ്രഹ്മത്താൽ ലേക്ക് എന്ന് പറഞ്ഞ ലേക്ക് ടോപ്പിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതും കൂടി ലാസ്റ്റ് ഡേയ്സിൽ പോകുമെന്ന് വിചാരിക്കുന്നു. ഡിപ്പെൻസ് ഓണാണ് വെതർ. അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ പോകാൻ പറ്റിക്കണമെന്നില്ല. അപ്പോൾ ഇനി പ്ലാൻ കാര്യമായിട്ടൊന്നുമില്ല. ഈ ഒരു സൺസെറ്റ് ഉണ്ട്. സൺസെറ്റ് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിലോട്ട് വരും. പിന്നെ നൈറ്റ് ഫുഡ് കഴിച്ച് ക്യാമ്പ് ഫയർ ഇവിടെ ഇടാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാഷണൽ പാർക്കാണ്, ഫോറസ്റ്റിൻ്റെ പെർമിഷൻ അല്ലേ ക്യാമ്പ് ഫയർ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. രാത്രി ഒന്ന് ഫുഡ് കഴിച്ച് ഒരു 10 മണി 9 മണീൻ്റെ മുമ്പൊക്കെ ടെൻറ്റിൽ കയറി കിടന്നുറങ്ങുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. ലേക്ക് ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ടോപ്പിലോട്ട് കയറിട്ടോ. താഴെയാണ് നമ്മുടെ ടെൻറ്റ് വരുന്നത്. അതിൻ്റെ ടോപ്പിൽ നല്ലൊരു സൺസെറ്റ് വ്യൂ, പെർഫെക്റ്റ് ഡേ. പക്ഷേ ചായ കുടിക്കണേ താഴെ പോകണം. അതെ, ചായ ഇങ്ങോട്ട് കൊണ്ടുവരും നിങ്ങൾ. ബോസ് ചായ ഇങ്ങോട്ട് കൊണ്ടുവരില്ല, താഴെ പോയി തന്നെ കുടിക്കണമെന്ന്. സൺസെറ്റ് വിത്ത് ചായ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നേ. ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള ലൈഫാട്ടത്. ഇതാണ് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ്. അത്യാവശ്യം സെറ്റാണ്. അതിൻ്റെ മുന്നേ 3 ഷോക്സ് കാൽമലുണ്ട്, ഒരു തെർമൽ ലെയർ താഴെയുണ്ട് പാൻറ്റിൻ്റെ താഴെ, പിന്നെ ഒരു പാൻറ്റ്. ഇതാണ് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള സ്ലീപ്പിംഗ് ബാഗാണ്. ഏകദേശം -2 ആണ് വെതർ വരുന്നത്. നാളെ നൈറ്റ് വരുന്നത് ടോപ്പിലാണ്. ബേസ് ക്യാമ്പിൽ ഏകദേശം -8 to 12 വരെ പോകുന്നതാണ് നിലവിലെ പ്രൊട്ടക്ഷൻ. നമ്മുടെ ബാഗ് ഇത് ആക്ച്വലി 3 ഷർട്ട് ടെൻ്റാണ്. ഞങ്ങളിപ്പം 2 പേര് കപ്പിൾസ് ആയതുകൊണ്ട് 2 പേരാണ് ഇതിൽ. അപ്പം സ്ലീപ്പിംഗ് ബാഗ് കണ്ടോ, സിബ്ബൊക്കെ അത്യാവശ്യം വലിയ സിബ്ബ്. ഇത് ഫുൾ കവർ ചെയ്ത് ഒരു ബാഗിൻ്റെ ഉള്ളിൽ നമ്മൾ കിടക്കും. ഡിന്നറൊക്കെ കഴിച്ചു, ടെൻറ്റിലെത്തി. ടെൻറ്റിൽ കിടക്കാൻ വേണ്ടി പോകുന്നത്. സ്ലീപ്പിംഗ് ബാഗൊക്കെ സെറ്റാണ്. മോർണിംഗ് 9 മണിയൊക്കെ ആകുമ്പോൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എണീക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അലാറൊക്കെ വെക്കണം, എനിക്കായിരിക്കും. അപ്പം ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ പുറത്ത് -2 ഒക്കെയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ 7 മണിയായി. ബാക്ക് ഇങ്ങനെ സുരച്ച് വരുന്നു. നല്ല തണുപ്പാണ്. -4 എങ്ങാനാണ് ഇപ്പോൾ തണുപ്പ്. കയ്യൊക്കെ വേദനയുണ്ട്. രാത്രി ഉറക്കം റെഡിയായി വെച്ചാൽ കുഴപ്പമില്ല. കുറച്ച് ഉറക്കം റെഡിയായി. ഇനി ചായ വന്നിട്ടുണ്ട്. ചായ കുടിക്കണം. ഒരു 9 മണിയാകുമ്പോൾ ഇന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും. മൗണ്ടൈൻ ലൈഫ് എന്ന് പറഞ്ഞാലേ വിൻ്റർ മൗണ്ടൈൻ കുറച്ച് സർവൈവലാട്ടോ. രാവിലെ ചായ, കട്ടൻ ചായ കേട്ടോ. കട്ടൻ ചായ എന്താ അറിയില്ല, എന്തോ ഒരു ഫ്ലേവർ ഉണ്ട്. ചായപ്പൊടിൻ്റേതാണോ എന്താണെന്നറിയില്ല, നല്ല രസമുണ്ട്. ബാക്കിലേക്കൊക്കെ സൂര്യ എവിടെയും കൂടി എത്തിയ സുഖേനി. ഒന്ന് ചൂടാക്കിയേനി. ഉള്ള കൈയൊക്കെ
ഇതെന്തോ ഫോണൊന്ന് പിടിക്കാനുള്ളൊരു അപ്പം ഇത് കിട്ടില്ല, പവർ കിട്ടില്ല. ക്യാമ്പ് സൈഡിൽ ഇതാ സണ്ണ് എത്തി തുടങ്ങി. സൺറൈസ് എന്ന് പറയാൻ പറ്റില്ല, ഇവിടുത്തെ സൺറൈസ് ആണ് കേട്ടോ. അപ്പോഴാണ് സണ്ണ് ഇവിടെ എത്തി തുടങ്ങിയത്. ഞാനൊന്ന് ക്യാമ്പ് സൈഡിൽ 21 കഴിയുമ്പോൾ സണ്ണ് വന്നു തുടങ്ങി. ഒന്ന് വെയിലുള്ള വേണ്ടി മുകളിൽ കയറും കേട്ടോ. ബോഡി അങ്ങനെ ഈ ക്യാമ്പിനോട് ഇവിടെ പറഞ്ഞു നെക്സ്റ്റ് ക്യാമ്പ് സൈറ്റിലോട്ട് പോകട്ടോ. ഇന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററാണ് ട്രക്കുള്ളത്. ഇന്നത്തെ ലഞ്ച് പാക്കറ്റ് ലഞ്ചാണ്. അപ്പം ഇന്ന് ബേസ് ക്യാമ്പിലെത്തും, അവിടുന്ന് നാളെ സബ്മിറ്റ് ചെയ്താണ് പ്ലാന്. ഇവിടെ വലിയ തണുപ്പില്ലെന്ന് ചോദിച്ചാൽ -2 ഒക്കെ ആയിരുന്നു, 3 ഒക്കെ മാക്സിമം 4 ഒക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവും നൈറ്റ്. പക്ഷേ ഇന്ന് പോകുന്ന ക്യാമ്പ് സൈറ്റ് -8 to 12 പ്രൊട്ടക്ഷൻ. അത്യാവശ്യം പെടും. ഇത് അത്യാവശ്യം ഡീപ്പ് ട്രക്കാണ് കേട്ടോ. മോർണിംഗ് തന്നെ ഇതാ മുകളിലോട്ട് കണ്ടോ, ഇതിങ്ങനെ മുകളിൽ കയറിയിട്ട് കയറണം. ഒരാളവിടെ റെസ്റ്റ് എടുക്കണേ. എന്തേ ചത്താ? ഇപ്പോൾ നമ്മൾ ട്രക്ക് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനത്തെ കയറ്റൊക്കെ കയറുമ്പം ഏറ്റവും നല്ലത് സ്ലോ മൂവ്മെൻറ്റ്സ് ആണ്. അതായത് നമ്മുടെ കാലില്ലേ, കാല് ജസ്റ്റ് ഇതാ ഈ ഒരു മൂവ്മെൻറ്റിൽ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവാം. അല്ലെങ്കിൽ നമ്മളിതാ ഇങ്ങനെ കയറി പോകുമ്പോൾ അപ്പോൾ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് ടയർഡാവും. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ദൂരം കിട്ടും. സാധാരണ പറയാറില്ലേ, പതിയെ തിന്നാൽ പനയും തിന്നാൽ. ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. സ്ലോലി കയറാം. അതാകുമ്പോൾ വലിയ ടയർഡും ഉണ്ടാവില്ല, റിലാക്സായി പോവാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. മിനിമം ഒരു 3 to 4 ലിറ്റർ ട്രക്കിംഗ് ടൈമിൽ നമ്മൾ വെള്ളം കുടിക്കണം. ഞാൻ തന്നെ ദീർഘശ്വാസം ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് കയറി. ഇത് നമ്മൾ ഫസ്റ്റ് പോയിന്റിലെത്തിട്ടോ. ഇതാണ് ബ്രഹ്മത്താൾ ട്രക്കിലെ തിലന്തി ക്യാമ്പ്. ഈ ലൊക്കേഷൻ്റെ പേരാണ് തിലന്തി. ഇതൊരു ഓപ്പൺ സ്പേസ്, നല്ല വ്യൂ ഉള്ളൊരു ഏരിയ. ശരിക്കും ഇതാണൊരു മൗണ്ടൻ ക്യാമ്പ് എന്ന് പറയാം. കറക്റ്റ് ഒരു സ്നോ ഏരിയ. സ്നോ ഒക്കെ ഒഴിവാക്കി ടെൻറ്റ്. ഇവിടെ ഏകദേശം ഹൈറ്റ് വരുന്നത് 1,500 ഫീറ്റ് കേട്ടോ. ഏതാ ഏരിയ. ഇവിടുന്ന് ഇനി നമുക്ക് ട്രക്ക് പോകാനുള്ളത് ഇവിടുന്ന് നേരെ മുന്നോട്ടാട്ടോ. ഇവിടുന്ന് നോക്കിയാൽ സ്നോ മൗണ്ടൻസ് കാണാം. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി, ഒരു ക്യാമ്പിലെത്തി. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി പോകണ്ടേ. ഏകദേശം 2.5 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഉണ്ട് 4.5 കിലോമീറ്റർ. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, സ്നോ മൗണ്ടൻസ്. ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ടും സർവൈവ് ചെയ്തിട്ടും മുകളിലെത്തുമ്പോൾ ഇത് കാണുമ്പോഴൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് വേറെ തന്നെ സാധനം. ഇവിടെ ചെറിയൊരു ധാബുണ്ട്, മാഗിയോ ചായ എന്താ വെച്ചാൽ കുടിക്കുക. പക്ഷേ റേറ്റ് കുറച്ച് കൂടും. അപ്പം ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കട്ടെ. പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ബ്രഹ്മത്താൽ ഇപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിലെ ഏറ്റവും ഫേമസ് ട്രക്കാണ് കേദാർഗന്ധ. അതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ക്രൗഡ് കുറവാണ്. വ്യൂ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെയാണ്. കിളി പാറി കവുന്നിന്. ഇതാണ് ടോപ്പ് എന്നുള്ള വ്യൂ. നടക്ക് പോട്ടെ. ഇനിയുണ്ട് 3 കിലോമീറ്റർ. 3.5 കിലോമീറ്റർ ഉണ്ട്.
വൈഫിന് കുറേ കാലത്ത് ആഗ്രഹം ഒരു വിൻ്റർ ട്രക്ക് പോകാന്നുള്ളത്. ഞാൻ പറഞ്ഞ് സ്നോ ആണ്, സ്നോ എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ മണാലിയോ കാശ്മീരൊക്കെ പോയാൽ മതി. ഇത് അത്ര സുഖമുള്ള പരിപാടിയല്ല. നടക്കങ്ങോട്ട് ഓട്ടെ. ഇനി എന്താ പറയുക, ഇനി അടുത്തൊരു വിൻ്റർ ട്രക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഞാനില്ല എന്ന് പറയണം. അതിന് കൊണ്ടുവന്നാണിത്. ഇങ്ങനെ നമ്മൾ ട്രക്ക് ചെയ്ത് ഏകദേശം ടോപ്പിലെത്തി. ഈ ഒരു ഏരിയ കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല കിട്ടില്ല മൗണ്ടൻ വ്യൂ ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. നമ്മൾ വിചാരിക്കും പേസിയും കൊടുത്ത് ബാഗും തൂക്കി നമ്മൾ തണുപ്പും കൊണ്ട് മലയും കയറി ചക്രശ്വാസം വിളിച്ചിങ്ങനെ മുകളിലെത്തുകയാണല്ലോ പിരാന്ത് എന്നൊക്കെ പറയാം. പക്ഷേ ഈ പിരാന്തിന് വേറൊരു രസമാണ്. ടോപ്പിലെ വ്യൂ ഞാൻ ജസ്റ്റ് ടോപ്പിലെത്തിയിട്ട് കാണിച്ചു തരാം. വാ, സ്ലോ അല്ല സ്ലോപ്പാണ്. അപ്പോൾ ഈ ഐസ് ആയതുകൊണ്ട് സ്കിഡ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ബൂട്ട് ട്രക്കിംഗ് ബൂട്ടായതുകൊണ്ട് അത്യാവശ്യം ഗ്രിപ്പുണ്ട്. അപ്പം നിങ്ങൾ ട്രക്ക് ചെയ്യാൻ വരുന്നവരെന്തായാലും പൈസ നോക്കരുത്. നമ്മുടെ സേഫ്റ്റിയും കംഫർട്ടും നോക്കിയിട്ട് നല്ല ഷൂ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വരണം കേട്ടോ. ജാക്കറ്റ് ആണെങ്കിലും തെർമലാണെങ്കിലും ഒക്കെ. പഹാഡിയോ എന്താണ് ഓക്കെ അല്ലേ? പിന്നെന്താ പറയുക, നമ്മൾ കയറുമ്പോൾ ഓക്കെ അല്ലെങ്കിലും ഓക്കെ ആയിരിക്കണം. കുറച്ച് റിലാക്സ് ചെയ്ത് പതിയെ കയറിയാൽ മതി. മല കയറിയാലോ ലിഫ്റ്റിക്ക് ഇടുന്നതിനൊരു കുറവില്ല. അപ്പോൾ തുടച്ച് ലെവൽ ചെയ്യണ എന്താ പറ്റി നമ്മളുണ്ടോ? നമുക്ക് ആകെ ഉള്ള ഒരു സൺസ്ക്രീൻ ഇടുക, പോവുക. സെറ്റല്ലേ? ഓക്കെ. വാ കയറി ഏകദേശം ലഞ്ചിൻ്റെ സ്പോട്ടിലെത്താണ് കേട്ടോ ഞങ്ങൾ. ഇനി ഇവിടുന്ന് ലഞ്ച് പാക്ഡ് ലഞ്ചാണ് ഇവിടുന്ന് കഴിച്ചിട്ട് വേണം പോകാൻ. ഇവിടെ ഫുള്ള് സ്നോ ആണ്. അങ്ങനെ കിളി പറയും. ബാഗ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, കുറച്ച് സാധനങ്ങൾ കൂടിപ്പോയി. സ്ലീപ്പിംഗ് ബാഗൊക്കെ ബാഗിലെടുത്തിട്ടുകൊണ്ട് കുറച്ച് വെയിറ്റ് കൂടിപ്പോയി. അടുത്ത പ്രാവശ്യം അത് ആവർത്തിക്കൂല ഉണ്ടോ. മൗണ്ടൈൻ ഇങ്ങനെ നമ്മൾ കയറി വരുന്ന മൗണ്ടൈൻ ഇങ്ങനെ വിസിബിൾ ആയി വരുന്നുണ്ട്. അങ്ങനെ മുകളിലെത്തിട്ടോ. ദാബിൻ്റെ അടുത്തെത്തി. പാക്കറ്റ് ലഞ്ചാണ്, ക്വാണ്ടിറ്റി കുറവാണുള്ളത്, വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ കയ്യിലുള്ള എടുക്കേണ്ടി വരും. നമ്മുടെ ടീമിൽ ഇതാ കുറച്ച് പേര് ഇവിടെ നിന്ന് കഴിക്കുന്നു. കഴിക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ നിന്നൊക്കെ ലഞ്ച് കഴിക്കണം. ഏതാ മൂഡ്. ഒരു ഫുൾ മഞ്ഞ് മലകളും അതിൻ്റെ ഒരു ഫുഡും ചോറും പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് എന്ത് സാധനമോ. പക്ഷെ നല്ല രസമുണ്ട്, നല്ല വിശന്നോണ്ടാ. പക്ഷേ ഇവിടുന്ന് ഇത് കഴിക്കണതിൻ്റെ ഒരു ഫീല് വേറെ തന്നെ. എന്താ അവിടെ മഞ്ഞിൽ നിന്നുകൊണ്ട് ഫുഡ് കുറച്ച് കഷ്ടപ്പാടുണ്ടോ. ട്രക്ക് ചെയ്ത് ഇപ്പോഴാണ് കറക്റ്റ് ഒരു വിൻ്റർ പാത്ത് എന്നൊക്കെ പറയില്ലേ. അത്യാവശ്യം ഹൈറ്റിൽ സ്നോ ഉണ്ട്, ഫുൾ സ്നോ കൂടിയുള്ള ഹൈക്കായി. ഇതിൻ്റെ ടോപ്പിൽ കയറിയിട്ട് താഴോട്ട് വേണം പോകാൻ ഇനി. അത്യാവശ്യം തണുപ്പ് കേട്ടോ. ഗ്ലൗ ഒക്കെ ഇട്ട് നടക്കേണ്ടി. ഇതുവരെ ഗ്ലൗ ഒന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം വിൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രഹ്മത്താൽ റൂട്ട് ഈസ് നൈസ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഉത്തരാഖണ്ഡ് ട്രക്കിൽ ഈ ബ്രഹ്മത്താൽ റൂട്ട് നല്ലൊരു റൂട്ടാട്ടോ. അധികം ക്രൗഡ് ഇല്ല, നല്ല വ്യൂ ഉണ്ട് കേട്ടോ. കിടിലം വ്യൂ. യെസ് കിടിലം വ്യൂ. പോകുന്ന വെയിൽ അത്യാവശ്യം സ്ലോപ്പാട്ടോ, സ്നോ ഉണ്ട്. അപ്പോൾ ക്ലാമ്പേഴ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാലിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ശരിക്കും സ്നോ ട്രക്ക് ചെയ്യുമ്പം ഇത് അവിഭാജ്യ ഘടകമാണ്, ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ചില്ലറ നയിപ്പൊന്നല്ല അത് ഇടാൻ. കൈൻ്റെ മസിൽസൊക്കെ സ്ട്രെച്ചാ. ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇത് വരിക.
ഈ ഒരു സൈഡ് ഉണ്ടോ ബാക്കിൽ പിടിച്ച് പൊക്കാനുള്ള, ഇത് ഫ്രണ്ട് മാക്സിമം നമ്മൾ കയറ്റിയിടുക. മാക്സിമം കയറ്റിയിട്ടിട്ട് ഓ മിഷൻ സക്സസ്. കൈമലൊക്കെ ചളിയായി. മിഷൻ സക്സസ് ആണ്ടോ, പെർഫെക്റ്റായി നിൽക്കുന്നുണ്ട് എല്ലാം. മോനെ ഇത് തിരിഞ്ഞിട്ടുള്ളേ ഏതാണ്ട് ആ ഷൂ എൻ്റെ നോട്ടെ വിനൂസേ, എൻ്റെ അപ്പുറത്തെ നോട്ടെ ഒന്നുകൂടി വേണ്ട. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഷൂ കേട് വരും കേട്ടോ, അതുകൊണ്ട് ഇത് മറിഞ്ഞാൽ പോയെ, ഇത് മറിച്ചിടണം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മാറ്റിയിടട്ടെ. ഇതാണ് പെർഫെക്റ്റ് സംഭവം. ഇതൊക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇടുമ്പോൾ. ബ്രഹ്മതാൽ ട്രക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എല്ലാ ഏരിയയിലും അത്യാവശ്യം, മെയിൻ ഏരിയയിലൊക്കെ അത്യാവശ്യം വ്യൂ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, കിടലം വ്യൂ. ഡിപ്പെൻസ് ഓൺ കേദർഗന്ധൊക്കെ വിട്ടുപിടിച്ച് ബ്രഹ്മത്താലൊക്കെ പിടിക്കാൻ ടൈമായി. ഈ പ്രാവശ്യം ഞങ്ങൾ ചൂസ് ചെയ്യാൻ കാരണം അത് തന്നെയായിരുന്നു. ആദ്യം വൈഫ് കേദർഗന്ധ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് മാറ്റി പിടിക്കാം, പുതിയ ട്രക്ക് ഏതെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചൂസ് ചെയ്തത്. ബട്ട് ഇത് വർത്തിട്ടാണ്. നമ്മൾ ഇത്ര വ്യൂ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതായത് ട്രക്ക് പാത്തുകൾ കേട്ടോ, റൂട്ട് അടിപൊളി റൂട്ടാണ്. ഇത് അത്യാവശ്യം നല്ല സ്ലോപ്പാട്ടോ. കയറാനും ഇറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇവിടുന്ന് അപ്പുറം ആ മൗണ്ടൈൻ്റെ അപ്പുറമാണ്, ചെരുവിലാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. ഇനിയും ഏകദേശം ഒരു 3 കിലോമീറ്റർ പോകാണ്ട്. നല്ല സ്ലോപ്പാണ് ഈ ഏരിയ. നമുക്ക് നല്ല ഗ്രിപ്പ് ഇട്ടുണ്ട്. ആ ഇരുമ്പിൻ്റെ സാധനം കറക്റ്റ് മഞ്ഞിൽ പ്രസ്സാവും, അപ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടും. അല്ലെങ്കിൽ സ്ലിപ്പാവാൻ ചാൻസ് കൂടുതല. ഈ മലൻ്റെ മുകളിലായിട്ടുള്ള എല്ലാ സാധനവും കൊണ്ടുപോകുന്ന സാധനമായിട്ടത് കുതിര. നമ്മുടെ ഭക്ഷണം തരുന്ന ആളാണിത്. നടന്ന് ഞങ്ങൾ അവസാനം ബ്രഹ്മതാൽ ലേക്കിൻ്റെ അടുത്തെത്തി. ഇതാണ് ബ്രഹ്മതാൽ ലേക്ക്. ഫ്രോസൺ ആണോ എന്ന് ചോദിച്ചാൽ ഫ്രോസൺ അല്ല, കുറച്ച് ഏരിയ മാത്രമേ ഫ്രോസണിങ് ഉള്ളൂ. ഒരു സ്മോൾ സ്പേസ്. അതായത് ഈ ഏരിയയിൽ നിന്ന് ഉരുകി വരുന്ന മഞ്ഞുകളൊക്കെ ഇവിടേക്ക് എത്തും. അങ്ങനെ ഒരു വാട്ടർ ഏരിയയായി മാറി. കുറച്ച് ആയുള്ള ഏരിയ ആണ്. മഴക്കാലത്താണെങ്കിലൊക്കെ വെള്ളം മലഞ്ചെരുവിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങുന്ന ഏരിയയാണിത്. ഇതാണ് ഒരു ക്യാമ്പ് സെറ്റ്. ഫുൾ സ്നോ ഒക്കെ ആയിട്ട് എല്ലാ സൈഡിലും നല്ല മൗണ്ടൻ വ്യൂ കേട്ടോ. കൊള്ളാമല്ലേ? നമ്മുടെ ക്യാമ്പ് സെറ്റ് ഇവിടെ അല്ല, താഴെയാണ് വരുന്നത്. ഫൈനലി ഞങ്ങൾ ക്യാമ്പ് സൈറ്റിലെത്തിട്ടോ. ഇതാണ് ക്യാമ്പ് സൈറ്റ്. ഏകദേശം 7.5 എങ്ങാനുണ്ട് കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. കൊള്ളാം. ഇന്നത്തെ ക്യാമ്പ് സൈറ്റിൻ്റെ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. കുറച്ചുകൂടി സ്നോ ഫീൽഡാണ് ഏരിയ. വ്യൂ ആണിത്. ഒരു മൗണ്ടൻ, ഒരു വാലി മൊത്തം സ്നോ ആയിട്ടുള്ള ഒരു ഏരിയ. ഈ ഭാഗത്ത് നല്ലൊരു സൺസെറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ. കിട്ടേ ബായ്. നമുക്ക് വേണ്ടി ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് മരക്ക് മുറിച്ച് ഏതാ ഫ്രെയിം അല്ലേ? ആഹാ, പെരും പെട്ടില്ല, മുറിച്ചില്ലെന്ന് തോന്നുന്നു. കിട്ടി കിട്ടി. भाई जा नहीं होगा। मैं टी कट रहे केरला से। ओह पावर। ഇത് എന്തോ ഉറപ്പാണ് അതിനൊക്കെ, ഐസായിരുന്നല്ലോ. ബൈ. ഈയടക്ക് ആ കിട്ടിലും വ്യൂ കേട്ടോ ക്യാമ്പ് സൈറ്റിന്.
ഏതാ മൂഡ് ഫുൾ റെഡ് കളറായിരുന്നു, ഏകദേശമൊക്കെ പോയി. സൺസെറ്റ് അവിടെ ഒരു മൗണ്ടൈൻ്റെ ബാക്കിൽ സണ്ണ് മറയാട്ടോ, ഏകദേശം മറിഞ്ഞു തുടങ്ങി. അത്യാവശ്യം ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്. ഇപ്പം തന്നെ ഒരു -2 ഒക്കെ ഉണ്ട്. നല്ല കയ്യൊക്കെ വേദന, ഫ്രീസ് ആവണ തണുപ്പുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിപ്പോൾ വരിക. അങ്ങനെ സെക്കൻഡ് നൈറ്റാണിത്. ടെൻറ്റ് സർവൈവൽ അഡ്വാൻസ് സർവൈവൽ. ഇതിൻ്റെ ഉള്ളിൽ 2 സ്ലീപ്പിംഗ് ബാഗൊക്കെ ഉള്ളത്. -6 എങ്ങനെയാണ് ഇന്ന് ടെമ്പറേച്ചർ നിലവിൽ. രാത്രി ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. ഞാൻ വരുമ്പോൾ ഒരു പേഴ്സണൽ സ്ലീപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പഴയ സ്ലീപ്പിംഗ് ബാഗ്, ഒരു ഏകദേശം 8 വർഷമായിട്ടത്. നല്ല ക്വാളിറ്റി സാധനം, പെട്ടെന്ന് ബോഡി ടെമ്പറേച്ചറായിട്ട് സെറ്റാവും ആ സ്ലീപ്പിംഗ് ബാഗ്. എനിക്ക് 2,500 അങ്ങനെ എന്തോ കുറച്ചുണ്ട്. ഡെക്കാത്ലോണിൻ്റെ പ്രോഡക്റ്റാണ്, സെറ്റാണ്. അപ്പോൾ 2 സ്ലീപ്പിംഗ് ബാഗൊക്കെയാണ് വൈഫ് കിടക്കുന്നത്. തെർമൽ ഷോക്സും ജാക്കറ്റ് എല്ലാം ഉണ്ട് ഉള്ളിൽ. നെക്ക് വാമർ പോകണുണ്ടോ? അത് പുറത്ത് നല്ല തണുപ്പുണ്ട്. ഇതുവരെ എയർഫെയറൊക്കെ ഇട്ട് സെറ്റായിരുന്നു. അപ്പോൾ ഇനി കിടക്കാൻ പോവാണ്. ഇവിടെ ഏകദേശം 9 മണിയായി. രാവിലെ 4 മണിക്ക് എണീറ്റ് സമ്മിറ്റിന് പോകണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. കുറച്ച് സ്റ്റീപ്പാണ് പോകുന്ന റൂട്ട്. ഇത് മാത്രമല്ല രാവിലെ നല്ല വിൻഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായിരുന്നു, നല്ല തണുപ്പായിരിക്കും. അതൊരു 1.5 ട്രക്കായിരിക്കും രാവിലത്തെ. എന്തായാലും ഇതുവരെ പറ്റിയതല്ലേ, മാക്സിമം പോകണമെന്ന് വിചാരിക്കുന്നു. എനിക്കെന്തായാലും പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, സിറ്റുവേഷൻ പോലെ. വൈഫും ഉണ്ട്, ആളും ഓക്കെയാണ്. ആൾ മെൻ്റലി ഈസ് ഓക്കെ, ഈസ് മോർ പവർഫുൾ ആണത്. അപ്പം ഗുഡ് നൈറ്റ്. ഒരു വട്ടം ചെയ്ത് പൂതി തീർന്നാൽ പിന്നെ അതിന് വരില്ല. അവിടെ കണ്ടോ ഭയങ്കര ഡീപ്പാ, ഒരു കയ്യുത്തി കാരണം ശരിക്കും. 4 മണിക്ക് എണീറ്റ് ഞങ്ങൾ സബ്മിറ്റ് ട്രക്കിന് വേണ്ടി പോകട്ടോ. നല്ലതപ്പം -10 കാണുന്നതാണ് വെതർ. ഇപ്പോൾ നല്ല നിലാവുള്ളതുകൊണ്ട് സെറ്റാണ്. ടോർച്ച് ഉണ്ട്, ഹെഡ് ടോർച്ച് നിർബന്ധമായിട്ട് അങ്ങനത്തെ ട്രക്കിനൊക്കെ പോകുമ്പോൾ. പലയിടത്തും ടോർച്ചില്ല, ചിലത് ബാറ്ററി തീർന്ന് നോക്കുക, അങ്ങനെയൊക്കെയാണ്. ഹെഡ് ലാമ്പൊക്കെ വെച്ച് ട്രക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ടോപ്പിലെത്തി. ഇപ്പോൾ മോർണിംഗ് ഏകദേശം കയറാനുള്ള 2 കിലോമീറ്ററാണ്. 1 കിലോമീറ്റർ കഴിഞ്ഞ്. നല്ല ക്ലൈമ്പാണ്, കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. സ്ലോലി നമ്മൾ ചെയ്ത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 7 മണി 6:45 ഉള്ളിലാണ് സൺറൈസ്, ബ്രഹ്മതാൽ സൺറൈസ് ടോപ്പ് പോയിന്റിൽ. അവിടേക്ക് അപ്പോഴേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ടൈം എത്രയെന്ന് അറിയില്ല, നോക്കാൻ വാച്ച് നോക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ബട്ട് കിട്ടിലോസ്കി എക്സ്പീരിയൻസ് ആട്ടോ അതൊക്കെ. പക്ഷേ ഒരു വട്ടം ചെയ്ത് പൂതി തീർന്നാൽ പിന്നെ അതിന് വരില്ല. തണുപ്പ് സഹിക്കാം, ചൂട് എങ്ങനെ നമുക്ക് സഹിക്കാം. പക്ഷെ തണുപ്പ് നോ രക്ഷ. അല്ല വിഷയമാണ്. ഇതിൻ്റെ ടോപ്പിൽ കയറിയിട്ട് കണ്ടോ നമ്മൾ ആ താഴത്തുനിന്ന് വന്നു കേട്ടോ. ആ ലൈറ്റൊക്കെ കണ്ടോ, ഇനി കുറച്ച് അത്ര താഴത്തല്ല, ക്യാമ്പ് സൈറ്റ് കുറച്ച് താഴത്തായിരുന്നു. ഈ സ്നോ മൗണ്ടൈൻ ഇങ്ങനെ കയറി ഇതിൻ്റെ ടോപ്പിൽ അങ്ങോട്ട് എത്തണം. ഇവിടെ കണ്ടോ ഭയങ്കര ഡീപ്പാ, ഒരു കയ്യുത്തി കാരണം ശരിക്കും. ലഗേജൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം വെയിറ്റ് കുറച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കാരണം കുറച്ച് പാടായിരിക്കും. ഈ താഴത്തു നിന്നാണ് നമ്മൾ കയറി വരുന്നത് കേട്ടോ. കുറച്ച് ആൾക്കാരവിടെ കാണുന്നുണ്ട്. അതായത് അവിടുന്ന് കയറി ഭയങ്കര ഡീപ്പ് കയറ്റാം. ഇതാ സൺറൈസ് ഉച്ചരിന്ന് വരാനായി. ഏകദേശം ഞങ്ങൾ ടോപ്പിലെത്തി. ഇനി 500 മീറ്റർ കണ്ടുള്ളൂ. അത് നല്ല കുത്തനുള്ള കയറ്റാട്ടോ. man, this is crazy. ഇത്രയും കയറി വന്നിട്ട് ടോപ്പിലെ വ്യൂ കണ്ടോ. സൺറൈസ് ഇതാ മലേൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ഇനിയും കയറാണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഒരു അടിപൊളി വ്യൂ കിട്ടുമെന്ന് പറഞ്ഞാൽ. ഫൈനലി വി റീച്ച്ഡ് ബ്രഹ്മതാൽ
വ്യൂ പോയിന്റ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. കറക്റ്റ് സൺറൈസ് ടൈമാണ്. ടൈം 6:49. കഷ്ടപ്പെട്ട് വന്നാൽ എന്താ കിട്ടില്ല വ്യൂ കിട്ടില്ലേ. കിട്ടില്ല സൂര്യൻ ഉദിച്ചു. ഞാൻ ഇവള് കയറില്ലെന്ന് വിചാരിച്ചു, പക്ഷേ ഇവള് കയറിട്ടോ. സെറ്റ്. ഇവിടെ ഇന്ത്യൻ്റെ കൊടി, എല്ലാവരും സൺറൈസിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാം. ഇല്ല, ബ്രഹ്മത്താൾ ട്രക്ക് ഫിനിഷ് ചെയ്ത് ഞാൻ വിചാരിച്ചു ഇവള് കയറില്ല വിചാരിച്ചു, പക്ഷേ ഇവിടെ കയറിട്ടോ. അടിച്ചാ യെസ്, ഇവിടെ കയറി സെറ്റായി. 12,500 ഇതിൻ്റെ ഹൈറ്റ്. നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ തന്നെ. ഇവിടെ നൈറ്റല്ല, മോർണിംഗ് എത്തിയപ്പോൾ ഏകദേശം -13 കേട്ടോ. -13 ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പുണ്ടായി. ഇപ്പം വെയിൽ വന്നപ്പോഴാണ് ഒന്ന് സെറ്റായത്. ഇപ്പോൾ ഒരു 8 മാറിയിട്ടുണ്ടാവും. എന്നാലും അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ ബ്രഹ്മത്താൾ ട്രക്ക് ഫിനിഷ് ചെയ്തു, അൽഹംദുലില്ലാ. ഇനിയും ഇതുപോലുള്ള ഒരുപാട് മൗണ്ടൻസ് ഇവിടെ ഉത്തരാഖണ്ഡിലുണ്ട്. ബിഗിനേഴ്സിന് ട്രക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല ലൊക്കേഷൻസ് ഉണ്ട്. കേദാർനാഥിനാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ട ട്രക്ക് ബ്രഹ്മത്താളാണ്. എന്താണെന്ന് വെച്ചാൽ വരുന്ന വ്യൂ ആണെങ്കിലും അധികം ക്രൗഡ് ഇല്ലാത്ത ഏരിയ ആണ്, സെറ്റാണ്. അങ്ങനെ ബ്രഹ്മത്താൾ ട്രക്ക് ഫിനിഷ് ചെയ്ത് ഞങ്ങൾ റിട്ടേൺ പോവാണ്. ഇനി നേരെ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അവിടെയൊക്കെ പോകണം. ഒറ്റ സ്ട്രെച്ചിൽ താഴോട്ട് ഇറങ്ങാണേ. ട്രക്ക് ചെയ്തതാ ആ മലേൻ്റെ മുകളിൽ ഞങ്ങൾ വിളിച്ച്. ഇതിൻ്റെ ഒരു അടിപൊളി ട്രയൽ എന്ന് പറയാം. 2 സൈഡിലും നല്ല മഞ്ഞും പിന്നെ കുറച്ച് റിസ്ക് ഉള്ള ഏരിയ കേട്ടോ. 2 സൈഡിലൊക്കെ നല്ല സ്ലോപ്പുള്ള ഏരിയ ആണ്. നോക്കി ട്രക്ക് ചെയ്തില്ലെങ്കിൽ പണി പാളും. ചിലപ്പം തോന്നും ഈ തണുപ്പൊക്കെ സഹിച്ച് രാത്രി 2 കിടക്കുമ്പോൾ എന്തിൻ്റെ കുത്തിക്കയപ്പായിരുന്നു. പക്ഷേ ഈ വ്യൂ ഒക്കെ കാണുമ്പോണ്ടല്ലോ, അതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെ. മുകളിലെത്തിയിട്ട് ഈ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ ഇന്ത്യൻ ട്രക്കിങ്ങിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞത്. ഇതിലും നല്ല ട്രയൽ റൂട്ടുകളുണ്ടാവും, ഓരോ ഏരിയയ്ക്ക് ഓരോ രസങ്ങളുണ്ടാവും. ഇവിടെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ട്രയൽസാണ്. നല്ല വ്യൂ ഉണ്ട്. അതായത് പക്കാ ഒരു മൗണ്ടൈൻ ട്രക്ക് ഫീൽ കിട്ടുന്ന ഒരു ട്രയൽ. ഈ ട്രയലുണ്ടാവും. ട്രയലല്ല, ഞാൻ ഇങ്ങനെ നടന്നതാണല്ലേ, ഭയങ്കര രസമുണ്ട്. ഫുൾ സ്നോ കൂടെ ഇങ്ങനെ നടക്കാൻ. സംഭവം സ്നോ കാണാൻ രസമാണെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ അത്ര രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല പണിയാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ. ചൂട് നമുക്ക് പിന്നെയും മെയിൻറ്റെയിൻ ചെയ്യാം, പക്ഷേ സ്നോ അങ്ങനെയല്ല. ഈസ് ഹെവി റിസ്ക്കാന്ന് പറയാം. പ്രോപ്പർ ഗിയറും പ്രോപ്പർ സാധനങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വിഷയമാണ്. ഈ റൂട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം റീസൺ എന്താണെന്ന് വെച്ചാൽ ടെൻറ്റിൽ ഒരു ടോർച്ച് ഞാൻ മറന്നു വെച്ചു താഴെ ക്യാമ്പ് സൈഡിൽ. നമ്മുടെ താഴോട്ട് പോകുന്ന റൂട്ടാണ്, ബട്ട് ഡൗൺ ട്രക്കിങ് ഈസി റൂട്ടുകളാണ് എപ്പോഴും ചൂസ് ചെയ്യാറ്. ഇത് ഈസിയാണെന്ന് ചോദിച്ചാൽ വന്ന അതേ റൂട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ റൂട്ടുകളിൽ പരിചയമില്ലാത്തവർ പോകുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, റിസ്ക് എടുക്കരുത്, അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടണം. ഇതിലിപ്പോൾ നമ്മൾ മാത്രമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വിടാനും കാരണം എന്താണെന്ന് വെച്ചാൽ ഗൈഡ് ഞങ്ങൾ ഓൾറെഡി മാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ട്രക്കിംഗ് ട്രയൽ മാപ്പ്. അപ്പോൾ ആ മാപ്പ് ത്രൂ ആണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് വഴി തെറ്റുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കിയാലും മനസ്സിലാവും. പിന്നെ വന്ന റൂട്ട് ഏകദേശം ഒരു ഐഡിയ എനിക്കുള്ളത് കൊണ്ടും ആ ധൈര്യത്തിലാണ് ഞാൻ വന്നത്. അപ്പോൾ ട്രക്ക് ചെയ്യുന്ന ടൈമിൽ അങ്ങനെ എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, വിലപിടിപ്പില്ലാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ വിട്ട് കളയാൻ നല്ലേ. ഇത് സൈക്ലിങ്ങിൻ്റെ ടോർച്ചായിരുന്നു. അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, ഏകദേശം 1,800 റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ക്യാമ്പ് സൈറ്റ് ത്രൂ തന്നെ പോയി നോക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. ഇതാണ് ട്രക്കിംഗ് ട്രയൽ. വാ. This one, which mountain? Nanda Gumti. Nanda Gumti. This one? Yes, Mount Trishul. Mount Trishul? Second. Yeah. Second.
Kartika Ganesh. ഇതിന്റെ ബാക്കിലുള്ള കാണുന്ന കാർത്തിക ഗണേഷ്. Yes. Okay. Yeah, it's either side Mektuli, Mirgithoni. മൃഗത്തുനി. Yes, or Nilkant, നീൽക്കണ്ട്. Okay. Kamet. കാമീറ്റ്. Okay. अच्छा. सरस्वती पीक है. सरस्वती पीक है. Yes. ये साइड है. ये साइड उस साइड समिट से दिखा होगा आपको. ഓക്കെ. ട്രെക്ക് ചെയ്യുന്ന ടൈമിൽ ക്ലൈംബൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് സ്റ്റിക്ക് എങ്ങനെ പിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ആംഗിളിൽ സ്റ്റിക്ക് പിടിക്കുക. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് നമ്മുടെ ബോഡീനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ചില ആളുകളൊക്കെ പോകാറ് ഇങ്ങനെയാണ്. ഇത് ആദ്യം സ്റ്റിക്ക് മുന്നിൽ കുത്തും, പിന്നെ ബോഡി വരും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ആ സ്റ്റിക്ക് എടുത്ത് നടക്കുന്നത് വെറുതെയാണ്. സ്റ്റിക്കിൻ്റെ ഭാരം കൂടി നമ്മൾ ചുമക്കേണ്ടി വരും. അപ്പം ട്രെക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ക്ലൈംബൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ കയറുന്ന ടൈമിൽ ജസ്റ്റ് ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ക്ലൈംബൊക്കെ ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം ബോഡി എഫേർട്ട് എടുക്കും വേണ്ട. സ്ലോലി മൂവ്മെൻറ്റ്സ് കൂടുകയും ചെയ്യും, ടയേർഡ് ആവില്ല. അപ്പം ട്രെക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ നോർമൽ 2-3 ഡേയ്സൊക്കെ ആണെങ്കിൽ ഒരു ട്രെക്ക് പോളൊക്കെ ഓക്കെയാണ്. ഇനി അതിൽ കൂടുതൽ ഡേയ്സൊക്കെ ഉണ്ടെങ്കിൽ 2 ട്രെക്ക് പോൾ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. വർക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ വാഷ്റൂമും കാര്യങ്ങളൊക്കെ പോകേണ്ടി വന്ന് എന്ത് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ അല്ലേ? ഒന്നും ചെയ്യാനില്ല. ഇപ്പം നമ്മൾ ക്യാമ്പ് സൈറ്റുകളിലാണെന്നുണ്ടെങ്കിൽ അവിടെ വാഷ്റൂം ടെൻ്റ് അവൈലബിൾ ആയിരിക്കും. അവിടെ വാഷിംഗ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് കയറുക, കാര്യം സാധിക്കുക. ടിഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ടിഷ്യൂനോട് തുടക്കുക. അതാണ് ഓപ്ഷൻ. ഇപ്പോൾ ട്രെക്കിംഗ് റൂട്ടിൽ എന്തെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഇപ്പോൾ ടോയ്ലറ്റ് ടെൻഡൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഈ കാണുന്ന കാട്. ബ്രഹ്മത്താൾ ട്രെക്കിംഗ് റൂട്ടിലെ ആകെ 1-2 ഇതുപോലെയുള്ള വാട്ടർ ക്രോസിംഗ് ഉള്ളൂ കേട്ടോ. അത് ചെറുത് ഒന്നുമില്ല. നമുക്ക് ഷൂ കഴുകാനോ ഇല്ല വെള്ളം ഇതാക്കാനൊക്കെ എടുക്കാം. നല്ല പ്യുവർ വെള്ളം. അതുകൊണ്ട് ഡ്രിങ്കിങ് വാട്ടറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞങ്ങൾ പോകുമ്പോൾ ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മുകളിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും, മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും. ഇപ്പോൾ മഞ്ഞൊരുകിയ വെള്ളം ഉണ്ടാവാം. ഇപ്പം മിക്കവാറും മഞ്ഞൊരുകിയ വെള്ളമൊക്കെ ആവാനാണ് ചാൻസ്. മഴ ഒന്നുമില്ലല്ലോ. ഫൈനലി വി റീച്ച്ഡ്. ഇന്ന് മോർണിംഗ് 4:30 തുടങ്ങിയ ട്രക്കാട്ടോ. ഇപ്പം കറക്റ്റ് എന്നാ 12 മണിക്കൂർ ട്രക്ക്. ഡൗൺ ട്രക്കായിട്ട് കുഴപ്പമില്ല. 12 മണിക്കൂർ ഏകദേശം എനിക്ക് തോന്നുന്നു ഇന്നൊരു 16 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും. ട്രക്കിങ് കഴിഞ്ഞ് ഞങ്ങളിതാ ഹോം സ്റ്റേയിലെത്തി. ഒന്ന് ഫ്രഷായി. നല്ല ചുടുവെള്ളം ഉണ്ടായിരുന്നു. ഈവനിങ് ഇവിടെ സൺസെറ്റ് ടൈമാണ്. ഞങ്ങൾ ട്രക്കിങ്ങിന് വന്ന ടൈം രാത്രി ആയതുകൊണ്ട് ഈ വില്ലേജ് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇതാണ് വില്ലേജ്, ചമോലി വില്ലേജ്. ചമോലി വില്ലേജിൽ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ലൊക്കേഷൻ്റെ പേര് വരുന്നത് ലോഹ്കുണ്ട്. ഇവിടെ ഒരുപാട് റെൻ്റൽ ഷോപ്പുകളുണ്ട്. ഇതൊക്കെ റെൻ്റൽ ഷോപ്പുകളാണ്. ഇത് റെൻ്റൽ ഷോപ്പാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനുള്ള റെൻ്റൽ ഷോപ്പ് ഞാൻ ഇവിടെ കണ്ടതാ. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഷൂ ആണെങ്കിലും ജാക്കറ്റ്സ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ജാക്കറ്റ്സ് കളക്ഷൻ ഉണ്ട് ഇവിടെ. റെൻ്റിൽ എടുക്കുന്നവരൊക്കെ ജസ്റ്റ് ഔട്ട് സൈഡും കൂടി ചെക്ക് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. ഇവിടെയൊക്കെ കളക്ഷൻസ് ഉണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട്. വില്ലേജിൽ അവരെ ജംഗ്ഷനുണ്ട്. ജംഗ്ഷനിൽ അവർ ഓരോ ഡെസ്റ്റിനേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ബ്രഹ്മത്താൾ ട്രക്ക്, ഭാഗ്യാളോ പേരെന്താ ഇത്, ബാഗ്ജി കേട്ടോ, അജൻ ടോപ്പ്. ചെറിയ ഹൈക്കിംഗ് ആണ്. പിന്നെ ടെമ്പിൾ ഉണ്ട്. ലോങ്ജുങ് ആണ് ഇത് ലൊക്കേഷൻ വരുന്നത്. കുറിപ്പാസ് ട്രക്ക് ഇവിടെ ആണ് വരുന്നത്. കുറിപ്പാസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. മണൽ ടോപ്പ് 12,000. പിന്നെ ഒരുപാട് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഏരിയ ആണ് ആക്ച്വലി ഇത്. ഇഷ്ടം പോലെ ലോക്കൽസ് ഇതവിടെ നൈസായിട്ട് ഒരു ക്യാമ്പ് ഫയറൊക്കെ ഇട്ട്. ലോക്കൽസ് എല്ലാം ഇവിടുത്തെ ആളുകളെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഒരു ബോർഡുണ്ട്, സെൻട്രൽ ലോങ്ജുങ് ടൂറിസ്റ്റുകളുടെ രജിസ്ട്രേഷൻ കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. മേ ബി ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ പോകുന്ന കമ്പനിയാണ് കൂടുതൽ ചെയ്യാറ്.
അവർ ചെയ്യുമെന്ന് പറയും, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാറില്ല. ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് കുറേ ഏരിയ ട്രക്കൊക്കെ വരുന്നത് ഇവിടെ. ചെറിയ ഒരു വില്ലേജ് കേട്ടോ, കുറച്ച് ഷോപ്പുകളും ഒക്കെ ഉള്ള ചെറിയ ഹോട്ടൽസും ചെറിയ ഡ്രസ്സിൻ്റെ ഷോപ്പുകളും റെൻ്റൽസും ഒക്കെ ഉള്ള ചെറിയൊരു വില്ലേജ്. ശരിക്കുള്ള അധികം ക്രൗഡില്ല, സമാധാനം. ശരിക്കും എൻ്റെ ഒരു മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഇപ്പം ഇങ്ങനെ ട്രക്ക് വരാണെങ്കിലും 2-3 ഡേയ്സൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. നമുക്കൊന്നും ഇപ്പോൾ നിലവിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒന്ന് പല സാഹചര്യങ്ങളുണ്ടപ്പോൾ ഞാൻ വൈഫാണ് വന്നത്, വൈഫിന് ലീവിൻ്റെ ഇഷ്യൂ, ഞാനാണെങ്കിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് വർക്ക് ഒരുപാട് ഡേയ്സ് ലീവ് എടുക്കാൻ പറ്റാത്ത വിഷയം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഒന്ന് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തട്ടുകടയിൽ കയറിയിട്ടാ. ഒരു ചായയും ഒരു എഗ് മാഗിയും പറഞ്ഞു. അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല രാവിലെ. ഇന്ന് ശരിക്കും ഒന്നും കഴിച്ചില്ല. ട്രക്കിങ് രാവിലെ 4 സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് അവിടുന്ന് ഒരു പാക്കറ്റ് ലഞ്ച് കിട്ടി. അതായത് അവിലില്ല, എന്തോ മിക്സ് ചെയ്തൊരു സംഭവം, പേര് അറിയില്ല. അതും ചെറിയ ക്വാണ്ടിറ്റി ആയിരുന്നു, അതും പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ മോർണിംഗ് മാഗി ഉണ്ടായിരുന്നു. അത് 4 മണിക്ക് തണുപ്പത്തൊന്നും മാഗി തിന്നാളൊരു മൂഡില്ലായിരുന്നു. ഞാൻ തിന്നില്ല. പക്ഷേ വേറെ വന്ന ഗസ്റ്റുകളൊക്കെ ഏകദേശം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കുടിച്ചു, ജസ്റ്റ് ബിസ്ക്കറ്റ് മാത്രം കഴിച്ചോളൂ. ഇപ്പോൾ വന്നിട്ടാണ് എന്തെങ്കിലും കഴിക്കണേ. ഇനി രാത്രി ഡിന്നറുണ്ട്, ഒരു 8 മണിക്കാകുമ്പോൾ ഡിന്നർ റെഡിയാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ തണുപ്പായോണ്ടാന്ന് തോന്നുന്നു അധികം വിശപ്പൊന്നും ഫീൽ ചെയ്യാത്ത. എന്തായാലും സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് നോക്കട്ടെ. നോൺ വെജും കിട്ടും, നോൺ വെജ് ചിക്കൻ ഐറ്റംസൊക്കെ കിട്ടും. ഇതൊരു റെസ്റ്റോറൻറ്റ് തോന്നില്ല, ഒരു താഴെ ഇങ്ങനെ ഒരു ഷോപ്പ്, മുകളിൽ റെസ്റ്റോറൻറ്റ്. അവിടെ എന്തൊക്കെയോ ടിക്ക അതൊക്കെ ഉണ്ട്, ചിക്കൻ ടിക്ക, ചിക്കൻ ചില്ലി, ചിക്കൻ കറി, ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കിട്ടും. പിന്നെ ഉള്ളത് പൊറാട്ട ഉണ്ടാവില്ല, റൊട്ടി എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ നോൺ വെജ് ആവശ്യമുള്ളവർക്കും ഇവിടുന്ന് ഓപ്ഷൻസ് ഉണ്ട്. അത്യാവശ്യം തണുപ്പായി, രാത്രി ആയി കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പായി. അരക്കണ വെയിലാണെങ്കിലോ ഉച്ചക്ക് നല്ല കട്ട വെയിലും. ഇവിടുത്തെ നായ കേട്ടോ, ആകെ 2 മാസമേ ആയിട്ടുള്ളൂ. ഇവിടുത്തെ നായ്കൾക്ക് നല്ല രോമമുണ്ടാവും. എന്നിട്ട് തണുപ്പുള്ള ഏരിയ ഉണ്ട്, പെട്ടെന്ന് വലുതാവും ചെയ്യും ഇവർ. അത്യാവശ്യം വലുപ്പം ഉണ്ടാവും കേട്ടോ ഇത് വലുതായി കഴിഞ്ഞാൽ. ഞങ്ങളിതാ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് വണ്ടിയിൽ കയറാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ. അങ്ങനെ ബ്രഹ്മത്താലിൻ്റെ ബേസ് വില്ലേജിൽ നിന്ന് നമ്മൾ ബൈ പറയാണ്. ഇതായാലും നമ്മൾ സ്റ്റേ ചെയ്യുന്നതാണ് റൂം. ലോങ്ജും. ഈ ലൊക്കേഷൻ്റെ പേര് ചമ്മോലി. നമ്മുടെ വണ്ടി ഇതാ ബാഗ് കെട്ടി എല്ലാവരും റെഡിയായി കയറാൻ നിൽക്കുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, നേരെ ഋഷികേശിലോട്ടുള്ള യാത്രയിലാണ്. രാത്രി ആയതുകൊണ്ട് വരുന്ന ടൈമിൽ ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴാണ് കറക്റ്റ് നമ്മൾ വരുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു സൈഡിൽ മൊത്തം താഴ്ചയാണ്, ലോങ് വ്യൂ മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം യാത്ര വിൻഡോ സീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 120 കിലോമീറ്റർ ആയപ്പോൾ റോഡ് ബ്ലോക്ക്. റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കും അവിടെ. സാധാരണ ഈ മൺസൂൺ ടൈമുകളിലൊക്കെ ഇവിടേക്ക് ഇതുപോലെ റോഡ് ഇടിച്ചിലും കാരണമൊക്കെ മൂലം ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം റോഡ് മണ്ണ് ഓൾറെഡി ഇടിഞ്ഞത് അതോ ഇനി ഇടിച്ചിട്ട് ലെവൽ ചെയ്യാനാണെന്ന് തോന്നുന്നു. ഹിറ്റാച്ച് മുകളിലുണ്ട്, മണ്ണ് ഇടിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. ഇപ്പോൾ ഒരു അരമണിക്കൂറായി ഇപ്പം നിലവിൽ ഇവിടെ നമ്മൾ ബ്ലോക്കായിട്ട്. എത്ര നേരം എടുക്കുമെന്ന് നോ ഐഡിയ. ഡൈൻസിൽ ആകുമ്പം എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക് ഇങ്ങനെയുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ട്രെയിനോ ബസ്സൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിസ്സാവാനും ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ. ഇവിടെയാണെങ്കിൽ നല്ല താഴ്ചയുള്ള ഏരിയ കേട്ടോ. ഇതെന്താ പരിപാടി? എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഋഷികേശിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ട്രക്ക് ചെയ്തിട്ട്. അപ്പോൾ അവിടെ പണിയെടുക്കുന്നതുകൊണ്ട് മണ്ണ് വീഴുന്നുണ്ട്, ബ്ലോക്ക് ആക്കിയതാണ്. അപ്പോൾ വെറുതെ നമ്മളെന്താക്കുന്നത്, ഇവിടെ
പുഴ കണ്ടോ നല്ല ഒരു എന്റർടൈൻമെന്റ് ഒരു എന്റർടൈൻമെന്റ് സംഭവം അറിയാൻ തുടങ്ങിയത് ഇതാ വെള്ളത്തിലേക്ക് എത്തിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ആർക്കും ഏറ് പോകുന്നില്ല, എത്തുന്നില്ല. അപ്പൊ തോൽവി സമ്മതിച്ചു കൊടുക്കാനും മടിയാവും. അപ്പൊ ട്രൈ അഗൈൻ ഫയൽ അഗൈൻ പണ്ടാര പറഞ്ഞിട്ടില്ലേ. ഓക്കെ, അപ്പൊ തോൽവി നമ്മൾ സമ്മതിക്കില്ല. വണ്ടി പോകുന്നേരം ഇത് ട്രൈ ആക്കും. നെക്സ്റ്റ് ഇവിടെ അതായ വെള്ളം കണ്ട ആ വെള്ളത്തിലേക്ക് എത്താം. കാണാൻ ചെറുതായിരുന്നു, പക്ഷെ ആർക്കും കയറി പോകുന്നില്ല. ഏകദേശം അരമണിക്കൂർ റോഡൊക്കെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഋഷികേശിലോട്ട് യാത്ര തുടർന്നു. സൺസെറ്റ് പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലൊക്കെ റെഡ് സ്കൈ നമുക്ക് കാണാൻ പറ്റി. ആ ഒരു റോഡിലെ വ്യൂ ഭയങ്കര രസമായിരുന്നു നമുക്ക്. ഋഷികേശിന് അടുത്തുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ റായ്വാല. ജസ്റ്റ് ഋഷികേശ് ടൗണിൽ നിന്ന് ഒരു 13 കിലോമീറ്ററും തപവനാണെങ്കിൽ, അതായത് തപവനിലാണെങ്കിൽ നമുക്ക് സ്റ്റേസൊക്കെ കൂടുതലുള്ളത്, അതായത് ഹോം സ്റ്റേസ് കാര്യങ്ങളൊക്കെ. അവിടെ നിന്നാണെങ്കിൽ ഏകദേശം ഒരു 19 കിലോമീറ്റർ ഉണ്ട്. റായ്വാലയിൽ നിന്ന് നമുക്ക് ഡൽഹിക്കൊക്കെ ട്രെയിൻ ഉണ്ട്. ഇപ്പോൾ മസൂരി എക്സ്പ്രസ് ഒക്കെ ആണെങ്കിൽ ഋഷികേശിൽ വരുന്നവരാണെങ്കിൽ നേരെ റായ്വാലയിൽ നിന്ന് കയറിയാൽ മതി, ഡെറാഡൂണിൽ പോകേണ്ട ആവശ്യമില്ല. ഇതാണ് റെയിൽവേ സ്റ്റേഷനോട്ടുള്ള റൂട്ട്. അതായത് റായ്വാല ജംഗ്ഷനിൽ ജസ്റ്റ് ഒരു 300 മീറ്റർ കൂടെ നടക്കാനുണ്ട്. ചെറിയ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. പിന്നെ ഋഷികേശിൽ ട്രെയിൻ ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. ബട്ട് എന്താ വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാ ട്രെയിനൊന്നും സ്റ്റോപ്പില്ല. അതിന് ഏറ്റവും ട്രെയിൻ മാത്രമേ സ്റ്റോപ്പുള്ളൂ. ബ്രഹ്മത്ത ട്രക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ ഋഷികേശിലെത്തി. ഋഷികേശിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നിട്ടുള്ളത് റായ്വാല ജംഗ്ഷനിലോട്ടാണ്. ഏകദേശം 13 കിലോമീറ്റർ ആണ് ഋഷികേശിനുള്ളത്. തപവനിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 19 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം, കൂടുതൽ ട്രെയിൻ പോകുന്ന ഒരു സ്റ്റേഷൻ ഇതാണ്. പിന്നെ ഋഷികേശിൽ സ്റ്റേഷൻ ഉണ്ട്, ബട്ട് അവിടെ അധികം ട്രെയിനുകളില്ല. ഐ തിങ്ക് ഒരു ട്രെയിൻ എങ്ങാനുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പോകുന്ന ട്രെയിന് മസൂരി എക്സ്പ്രസ് ആണ്. ഡെറാഡൂണിൽ 9:20 എടുത്തിട്ട് ഏകദേശം 10:39 റായ്വാല എത്തുക. അത് മോർണിംഗ് 7:15 ഓൾഡ് ഡൽഹിയിലെത്തും. അപ്പോൾ അതെടുത്തു കഴിഞ്ഞുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ഉറങ്ങിയിട്ട് പോകാം, നല്ല രീതിയിൽ ഉറങ്ങിയിട്ട് പോകാം. റൂം എടുക്കേണ്ട ആവശ്യമില്ല, അവിടെ നൈറ്റ് ഉറങ്ങിയിട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്യാൻ കാരണം, ഈ ട്രെയിൻ ചൂസ് ചെയ്യാൻ കാരണം കേട്ടോ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, ചെറിയൊരു സ്റ്റേഷനാണ്. ആകെ 3 ട്രാക്കേ ഉള്ളൂ ഇവിടെ. പ്ലാറ്റ്ഫോം 1ഉം പ്ലാറ്റ്ഫോം 2 ഉള്ളത്. അതിൽ സെൻട്രൽ ലൈനിൽ ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പില്ല ട്രെയിൻ, സെൻട്രൽ ലൈനിലൂടെ ആയിരിക്കും പോവുക. ബാക്കി ട്രെയിനുകൾ എന്തായാലും ഇവിടെ ഇത് കൂടെ ആയിരിക്കും വരിക. ഇപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ മസൂരി എക്സ്പ്രസ് ഒരു ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് കേട്ടോ. നമുക്ക് നൈറ്റ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഋഷികേശിൽ നിന്നൊക്കെ. അതാകുമ്പോൾ ഒരു സ്റ്റേ നമുക്ക് കട്ട് ചെയ്യാനും പറ്റും. അങ്ങനെ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ടോ. രാവിലെ ഇറങ്ങിയപ്പം തന്നെ നല്ല റഷ്, അത്യാവശ്യം തിരക്കുള്ള വലിയൊരു റെയിൽവേ ആണ് ഓൾഡ് ഡൽഹി റെയിൽവേ. ഏകദേശം 15-16 പ്ലാറ്റ്ഫോംസ് ഇവിടെ വരുന്നുണ്ട്. ഇനി നമ്മുടെ പ്ലാനുകളൊന്നും ഇന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. മെയിൻലി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുള്ളതാണ് പ്ലാന്. വേറെ കാര്യമായിട്ട് പ്ലാനുകളൊന്നുമില്ല. യാത്ര ചെയ്യുന്ന ടൈമിൽ ഫുഡിനൊക്കെ അത്യാവശ്യം എക്സ്പെൻസൊക്കെ നമുക്ക് വരാറുണ്ട്. ഞാൻ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ, അതായത് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ IRCTCൻ്റെ ഒരു ഫുഡ് കൗണ്ടർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഫുഡ് കൗണ്ടർ വരുന്നത്. ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവാണ്. ഏകദേശം ടീ വരുന്നത് 5, പിന്നെ ഡിപ് ടീ വിത്ത് ബാഗൊക്കെ വരുന്നത് 10, വെജ് കട്ട്ലേറ്റ്, ഇഡ്ഡലി വട ഒക്കെ 35, ബ്രെഡ് ഓംലെറ്റ് 45. ഒരു ഓക്കെ റേറ്റാണ്. സാധാരണ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ റേറ്റ് കൂടാറുണ്ട്. ഞാനിപ്പോൾ വേറൊരു കൗണ്ടറിൽ കയറിയപ്പോൾ ഇതിലും പ്രൈസ് ആയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എന്തായാലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഫുഡ് കൗണ്ടറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇതാണ്. അത്യാവശ്യം സൗകര്യമുണ്ട്, അധികം തിരക്കൊന്നുമില്ല, ക്രൗഡ് കുറവാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രെഡ് ഓംലേറ്റും വടിയും ഇഡ്ഡലിയായിരുന്നു. അപ്പം വടി ഇഡ്ഡലിയും വലിയൊരു മെച്ചമല്ല, നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കാര്യമൊന്നും കിട്ടില്ല. ബ്രെഡ് ഓംലേറ്റ് ഈസ് ഓക്കെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വയറ് നിറയാൻ ആണെന്നുണ്ടെങ്കിൽ ഈസ് ഓക്കെ. മനസ്സ് നിറയണമെന്നുണ്ടെങ്കിൽ വേറെ തന്നെ നിങ്ങൾ പോകേണ്ടി വരും. ബ്രെഡ് ഓംലേറ്റ് ഒക്കെ ഈസ് ഓക്കെ. മോർണിംഗ് ഒരു
വയറ് നിറയെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വയറ് നിറയാൻ അതൊരു ഓക്കെയാണ്. ഫുഡ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഏരിയ. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനും തോന്നും ചെയ്യും കേട്ടോ. ചില ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമല്ലോ, ഡൽഹിയൊക്കെ വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ഭയങ്കര പ്രശ്നമായിരിക്കും. കോഫി ഓക്കെയാണ്, മെഷീൻ കോഫിയാണ്, അല്ലാത്ത കോഫിയൊന്നുമല്ല. അപ്പം യാത്ര ചെയ്യുന്ന ടൈമിൽ ഇങ്ങനത്തെ IRTCൻ്റെ ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഉണ്ടാവാം. ഞാനിപ്പം ഇവിടെയാണ് ഇത് കണ്ടിട്ടുള്ളത്, എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് അപ്ഡേറ്റ് ഈ വീഡിയോയിൽ പറയാം എവിടെയൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ഈ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലോ എവിടെയൊക്കെ അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ. ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് റൂം വരുന്ന 6ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അതായത് നിങ്ങൾ 1-ലോ 2-ലോ അല്ലെങ്കിൽ 10-ലോ 15-ലോ ഒക്കെ ഇറങ്ങിയിട്ട് വരികയാണെങ്കിൽ 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ക്ലോക്ക് റൂം കാണാൻ പറ്റും. ഇതവിടെ ഒരു എസ്കലേറ്റർ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ക്ലോക്ക് റൂമിൻ്റെ റേറ്റ് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 30 രൂപ, വലിയ ബാഗാണെങ്കിൽ 60-80 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. ബാഗൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ച് ഞങ്ങളൊന്ന് ഫ്രീ ആയി. പിന്നെ നേരെ ഷെയർ ഓട്ടോ പിടിച്ച് ഞങ്ങൾ കുത്തബ്മിനാറോട്ട് പോകുന്നു. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ആഫ്റ്റർനൂൺ പർച്ചേസിന് പോകണമെന്നാണ് നമ്മുടെ പ്ലാൻ. കുത്തബ് മിനാറിൽ അഡൽട്ടിന് 40 രൂപയാണ് ക്യാഷ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത്. ATM കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് 35 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും. ഫോറിനേഴ്സിന് റേറ്റ് കൂടുതലാണ് കേട്ടോ. ഫോറിനേഴ്സിൻ്റെ ബോർഡിൽ 600-ഉം 550 റേറ്റ് വരുന്നത്. കുത്തബ് മിനാറിൽ സ്ഥിരം ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന സ്പേസ് ആട്ടത്. ഒന്നല്ലേ കൈയിൻ്റെ അടിയിൽ ഇങ്ങനെ ടോപ്പ് വരുന്ന രീതിയിൽ ഹൈലൈറ്റ് എന്താ പറയുക, എയർപോർട്ടിൽ നിന്ന് വിമാനം പോകുന്നതിൻ്റെ ടോപ്പിലൂടെ കേട്ടോ. അത് ഒരു മെയിൻ ഹൈലൈറ്റാണ്. ഒരു വിമാനം വരുന്നുണ്ട്, കിട്ടുമോ നോക്കട്ടെ. യെസ്, കുത്തബ് മിനാർ കാണാൻ പ്രത്യേക ഭംഗിയാട്ടോ. കാഴ്ചകൾ കണ്ടാലോ. ഡൽഹി വന്നു കഴിഞ്ഞാൽ മലയാളീസിന് കറക്റ്റ് മനസ്സിലാവും. ഇപ്പോൾ കോളേജ് ട്രിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സിങ് കോസ്റ്റ്യൂം കണ്ടാൽ, ഇപ്പം ഞങ്ങൾ പോയപ്പം അവിടുന്ന് സെക്യൂരിറ്റി പറയുന്നുണ്ട് മലയാളീസ് മാത്രമാണ് ഇങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് ഇട്ട് വരിക. പക്ഷേ അത് രസമാണ് കേട്ടോ. ആ കോസ്റ്റ്യൂം കാണാനും രസമാണ്. ഫുൾ മലയാളി ടീം. അതിൻ്റെ അടുക്കത്തെ ഒരു വിമാനം കൂടി പോകുന്നു. തട്ടി വിമാനം തട്ടി. കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 1193-ലാണ്. ഏകദേശം 73 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. കുത്തബ് മിനാർ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ഒരിടം കൂടിയാണ്. ഡൽഹിയിൽ ചെറിയ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങളിതാ നിസാമുദ്ദീൻ ദുരന്തോ എക്സ്പ്രസ്സിൽ നാട്ടോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 9:40-നാണ് ട്രെയിൻ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ നിന്ന് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിനാണെന്ന് തോന്നുന്നു ദുരന്തോ എക്സ്പ്രസ്. എറണാകുളം വരെയാണ് ട്രെയിൻ ഉള്ളത്. ഈ യാത്ര ഏകദേശം അവസാനിക്കുന്നത് തിരിച്ചുള്ള യാത്ര എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് ഒരു ഹാപ്പിനെസ് ആണല്ലോ. ഇപ്പോൾ നാട്ടിലെ ഫുഡൊക്കെ കുറേ കാലമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ പോയിട്ട് നല്ലൊരു ഫുഡ് അടിക്കണം എന്നാണ് അടുത്ത ആഗ്രഹം. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.